Hello, good evening, everyone. Okay, so we'll start the meeting. ഞാൻ ഷിഹാബുദ്ദീൻ, co-founder Hash Future School. So thank you very much for joining the meeting. Okay, so ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് മക്കള് പഠിക്കുവാൻ മോശമാണോ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി എല്ലാവരുടെയും ഒരു ഗ്രോയിങ് കൺസേൺ ആണ്, അതായത് മിക്ക പാരന്റ്സിന്റെയും ഒരു വലിയൊരു കൺസേൺ ആണ് മക്കൾ പഠിക്കുന്നില്ല, അവർ പഠനത്തിൽ താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കൺസേൺ. അപ്പോൾ മിക്കവാറും ഈ ഒരു ചിന്താഗതി, അതായത് ഇങ്ങനെ പഠിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ വളരെ ചെറിയ പ്രായം മുതലേ ആളുകൾക്കുണ്ട്. അതായത് പണ്ടൊക്കെ കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞിട്ടായിരുന്നു ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അതായത് ഒരു 10ാം ക്ലാസ്സിൽ പരീക്ഷ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുതിർന്ന ക്ലാസ്സുകൾ പ്രീ ഡിഗ്രിക്കൊക്കെ പോകുന്ന സമയത്താണ് ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നത്. അതായത് മക്കൾ പഠിക്കുന്നില്ല, അവർ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷെ ആ ഒരു ഉത്കണ്ഠ മാറിയിട്ട് ഒരു പ്രീ സ്കൂൾ സ്റ്റേജിൽ, അതായത് LKG-യിലും UKG-യിലും പഠിക്കുന്ന കുട്ടികളെ വരെ ട്യൂഷന് വിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ നമ്മുടെ സമൂഹം എങ്ങോട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന്റെ ഒരു യഥാർത്ഥ പർപ്പസ് എന്ന് പറയുന്ന ഒരു കാര്യം മീറ്റ് ചെയ്യാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനോട് എന്താണ് പരിഹാരം? ബേസിക്കലി എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാത്തത്, ഇത് എന്താണ് ഇതിന് പരിഹാരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു വെരി മച്ച് എവരി വൺ ഫോർ ജോയിനിങ് ദിസ് വെബിനാർ. അപ്പൊ ആദ്യമേ തന്നെ ഒരു കുട്ടി ജനിക്കുകയാണ്, നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ആ കുട്ടിയെ നമ്മൾ ഈ ലോകത്തേക്ക് വരവേൽക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾക്ക് പ്രതീക്ഷയുണ്ട്, അവരുടെ ഗ്രാൻഡ് പാരൻസിന് പ്രതീക്ഷയുണ്ട്, അവരുടെ കുടുംബത്തിന് പ്രതീക്ഷയുണ്ട്, സമൂഹത്തിനും വലിയ പ്രതീക്ഷകളാണ്. അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഒരുപാട് വലിയൊരാളായിട്ട് ഈ കുട്ടി മാറണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? പലരും കുട്ടിക്ക് വേണ്ടി നല്ല പേരിടും, കുട്ടിക്ക് വേണ്ടി വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിംസ് ഒക്കെ സെലക്ട് ചെയ്യും, കുട്ടിക്ക് വേണ്ടി ഏറ്റവും നല്ല സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ പറയുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന വലിയൊരു പ്രതീക്ഷയുടെ ലോകത്തേക്കാണ് കുട്ടി വളർന്നു വീഴുന്നത്. അപ്പൊ ആദ്യത്തെ 1-2 വർഷം ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം കുട്ടി പാല് കുടിക്കുന്ന പ്രായമാണ്, കുട്ടിക്ക് കുട്ടിയുടേതായ കുറെ കുട്ടിത്തരങ്ങളുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ അത് എൻജോയ് ചെയ്യുന്നു, കുട്ടിയുടേതായ കാര്യങ്ങളും കൊഞ്ചലുകളും കളികളും ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു കുട്ടി അടുത്തൊരു ഘട്ടം എത്തുകയാണ്, അതായത് ഒരു 3 വയസ്സ് ആവുകയാണ്. ഇവിടെയാണ് വലിയൊരു പ്രശ്നം കിടക്കുന്നത്. നമ്മളുടെ നാട്ടു നടപ്പനുസരിച്ച് ഈ 3 വയസ്സായ ഒരു കുട്ടിയെ നമ്മൾ പ്രീ സ്കൂളിൽ ചേർക്കുകയാണ്. അതായത് 3 വയസ്സിന് അംഗൻവാടി എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ സാധാരണഗതിയിൽ അംഗൻവാടികളാണ്, അല്ലെങ്കിൽ പ്രീ സ്കൂളുകളാണ്. അതായത് ഏർലി എഡ്യൂക്കേഷന് വേണ്ടിയുള്ള സെന്ററുകളിൽ നമ്മൾ കുട്ടികളെ ചേർക്കുകയാണ്. ഇവിടെ വലിയൊരു മിസ്റ്റേക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഈ പറയുമ്പോൾ വലിയ ആശങ്ക ക്രിയേറ്റ് ചെയ്യൊന്നുമല്ല. എന്താണ് റൂട്ട് കോസ്? ഈ കുട്ടികൾ പഠിക്കാൻ മോശമാണ് എന്ന് പറയുന്ന പരാതിയാണല്ലോ നമുക്കൊക്കെ ഉള്ളത്. അപ്പൊ ഈ പരാതിയുടെ യഥാർത്ഥമായ മൂല കാരണം ആദ്യം തന്നെ കിടക്കുന്നത് ഈ ഏർലി എഡ്യൂക്കേഷനിലാണ്. അതായത് നമ്മൾ വളരെ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എഡ്യൂക്കേഷൻ തുടങ്ങണ്ടാത്ത ഒരു പ്രായത്തിൽ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തു. അവിടെ തന്നെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പൊ ഇതില് രസകരമായ ഒരു കാര്യം പറയുന്നത്, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു 3 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 2.5 വയസ്സുള്ള കുട്ടിയെ ചേർക്കാനുള്ള സംവിധാനങ്ങളെ വന്നിട്ടുള്ളൂ. ഇനി നേരെ മറിച്ച് ഒരു 6 മാസമായ കുട്ടിയെ ചേർക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനിച്ച് ഒരു 6 മാസം കഴിയുന്ന ഒരു കുട്ടിയെ ചേർക്കാൻ കഴിയുന്ന സംവിധാനം വന്നിരുന്നെങ്കിൽ എന്ന് ലോകം ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ജോലി തിരക്കുള്ള മാതാപിതാക്കളൊക്കെ ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാറുണ്ട്, അല്ലെങ്കിൽ വിദേശത്തേക്ക് UK-യിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന പലരും മക്കളെയൊക്കെ ഗ്രാൻഡ് പാരൻസിനൊക്കെ ഏൽപ്പിച്ച് പോകാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ജനറൽ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, 6 മാസം പ്രായമായ ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്ന, കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു സെന്റർ ഉണ്ടായിരുന്നെങ്കിൽ, ആദ്യമായി കുട്ടി നടക്കാൻ പഠിക്കുന്നത് ആ സെന്ററിൽ നിന്നായിരിക്കും, അല്ലെ? റൈറ്റ് അല്ല? അതായത് 6 മാസം പ്രായമായ ഒരു കുട്ടിയെ നമ്മൾക്ക് ചേർക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി നടക്കാൻ പഠിക്കുന്നത് എന്തിൽ നിന്നായിരിക്കും? ഇതുപോലെയുള്ള സംവിധാനത്തിൽ നിന്നായിരിക്കും. അതായത് അവിടെ ആയിരിക്കും കുട്ടി നടക്കാൻ പഠിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു തലമുറ കഴിയുമ്പോൾ പറയും, കുട്ടിയെ നടക്കാൻ പഠിപ്പിച്ചത് സ്കൂളാണ്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും മക്കളെ 6 മാസം ആകുമ്പോൾ സ്കൂളിൽ ചേർക്കണം, ഈ പറയുന്ന സംവിധാനത്തിൽ ചേർക്കണം എന്ന് പറയുന്ന ഒരു ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കും. ഇത് പോയി ഒരു 2 തലമുറ കഴിയുന്ന സമയത്ത് അത് നിർബന്ധമായി മാറും.
സെയിം തന്നെയാണ് പ്രീ സ്കൂളിലും സംഭവിച്ചത്. അതായത് 7 വയസ്സാവാതെ കുട്ടിക്ക് പല ഡെവലപ്മെന്റൽ പ്രൊസീജിയറും ഇല്ല. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പല ഡെവലപ്മെന്റ്സും, ടെക്നോളജി എത്ര വളർന്നു എന്ന് പറഞ്ഞാലും മനുഷ്യനാണല്ലോ. 10 മാസം എടുത്ത് പ്രസവിക്കണം, അതിനുശേഷം അതിൻ്റെതായ കുറച്ച് ഡെവലപ്മെന്റ് സൈക്കിൾസും കുറച്ച് ബ്രെയിൻ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അപ്പൊ ഈ നടക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധപൂർവ്വം കുട്ടിയെ ഒന്നും പഠിപ്പിക്കരുതാത്ത പ്രായമാണ് 7 വയസ്സ് വരെ. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 7 വയസ്സ് വരെ ഒരു കുട്ടിക്ക് മോട്ടോർ ന്യൂറോൺസ് ഇല്ല. ആ കുട്ടിയെ കൊണ്ട് എഴുതിക്കേ അരുത്. അതായത് 7 വയസ്സാവാത്ത ഒരു കുട്ടിയെ, അല്ലെങ്കിൽ 6 വയസ്സ് കഴിഞ്ഞ് 7ലേക്ക് കടക്കാത്ത ഒരു കുട്ടിയെ എഴുതിക്കേ അരുത്. കാരണം എന്താണ്? അത് ഡെവലപ്മെന്റൽ സൈക്കോളജിയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത് നേരെ മറിച്ച് ഇന്ന് അംഗൻവാടികളിൽ എഴുതിക്കണം. എഴുതിക്കാത്ത അംഗൻവാടികളിൽ നിങ്ങളുടെ മക്കളെ വിടില്ല. അതിനുശേഷം ഈ പറയുന്ന പോലെ LKG-യിലും UKG-യിലും എഴുത്താണ്. അതായത് 4 വരിയിൽ എഴുതുന്നു, 2 വരിയിൽ എഴുതുന്നു, പല ഭാഷകൾ എഴുതുന്നു, വലത്തുനിന്ന് ഇടത്തേക്ക് എഴുതുന്നു, ഇടത്തുനിന്ന് വലത്തേക്ക് എഴുതുന്നു, പല ലിപികളിൽ എഴുതുന്നു, ഉരുട്ടി എഴുതുന്നു, കഴ്സീവായിട്ട് എഴുതുന്നു. അതായത് എഴുതാൻ കഴിയാത്ത മനുഷ്യന്, അതായത് മോട്ടോർ ന്യൂറോൺ ഇല്ല, അതായത് ഫേം ഗ്രിപ്പോട് കൂടി ഒരു ഒബ്ജക്റ്റ് പിടിക്കാൻ കഴിയാത്ത പ്രായത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെയുള്ള ഒരു എഴുത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ കുട്ടികളെ പിന്നോട്ട് വലിക്കുന്ന, പഠനത്തിൽ മോശക്കാരാക്കുന്ന ആദ്യത്തെ സംഭവം. പഠനത്തിൽ കുട്ടികളെ മോശക്കാരാക്കുന്ന ആദ്യത്തെ സംഭവം ഈ എഴുത്താണ്. ഈ എഴുത്തും നിർബന്ധിതമായ പഠനവുമാണ്. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പക്ഷെ എന്ത് ചെയ്തു? അതൊരു ബിസിനസ്സാണ്. ബേസിക്കലി എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സാണ്. ബിസിനസ്സിന് വാലിഡിറ്റി വേണം, അല്ലെങ്കിൽ ബിസിനസ്സിന് കസ്റ്റമേഴ്സ് വേണം, ഓക്കെയാണ്. ഓക്കെ, ഈവൻ ഹാഷ്മിച്ചോ സ്കൂൾ നമ്മൾ ചെയ്യുന്നതും പക്ക ബിസിനസ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിന് ഒരു സോഷ്യൽ ഫേസ് വരുന്നു, അല്ലെങ്കിൽ സൊസൈറ്റി ബിലീവ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മാസത്തിൽ ഞാനൊരു സംവിധാനം തുടങ്ങിയിട്ട് കുട്ടിയെ നടക്കാൻ പഠിപ്പിക്കുമെങ്കിൽ ഒരു തലമുറ കഴിയുമ്പോൾ എനിക്ക് പറയാൻ കഴിയും കുട്ടി നടക്കാൻ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനത്തിൽ നിന്നാണെന്ന് എനിക്ക് പറയാൻ കഴിയുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായി ഒരു ചിന്താഗതി വളർന്നു. എന്താണ്? കുട്ടികള് ബേസിക്സ് പഠിക്കുന്നത്, എഴുതാൻ പഠിക്കുന്നത്, കുട്ടികള് എന്താ പറയാ ഭാഷ പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ നിന്നാണെന്നൊരു ചിന്താഗതി വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു പ്രീ സ്കൂൾ തുടങ്ങണം. അതായത് റൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഫിലോസഫി വെച്ചിട്ട് നിങ്ങളൊരു പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറയാണ് കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ കുട്ടിയുടെ വേറെ മൂവ്മെന്റ്സും ബാക്കിയുള്ള കോർഡിനേഷനും ഹാൻഡ് ഐ കോർഡിനേഷനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ആളുകൾ ചോദിക്കുക, നിങ്ങൾ കുട്ടിയെ ഹിന്ദി പഠിപ്പിക്കുമോ, ഈ കുട്ടിയെ മലയാളം പഠിപ്പിക്കുമോ, ഈ കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ, ഈ കുട്ടിയെ അറബി പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുക. വളരെ ഏർലിയാണ്. അതായത് പ്രീ സ്കൂളുകൾ പലതരമുണ്ട്. മതപരമായ പ്രീ സ്കൂളുകളുണ്ട്, അല്ലാത്ത പ്രീ സ്കൂളുകളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കുട്ടികളെ ചൊല്ലി കാണാതെ പഠിപ്പിക്കുകയാണ്. അതായത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഷകൾ കാണാതെ പഠിപ്പിക്കുന്നു, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കാണാതെ പഠിപ്പിക്കുന്നു, മാത്ത് പഠിപ്പിക്കുന്നു, ഹിന്ദി പഠിപ്പിക്കുന്നു, മൾട്ടിപ്പിൾ ഭാഷകൾ എഴുതി പഠിപ്പിക്കുന്നു. അതായത് തിരക്ക് തുടങ്ങാണ്. കുട്ടി തിരക്കിന്റെ ഒരു ലോകത്തേക്ക് പോവാണ്. ഈ ഒരു ഈ ഏജ് 3 to 6 അല്ലെങ്കിൽ 3 to 6 എന്ന് പറയുന്ന ഒരു സമയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഡെവലപ്മെന്റൽ ടൈമാണ്. അതായത് ഒരു ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്. ഈ ടൈമിൽ വേണ്ടത് ഒരു ഓപ്പൺ തിങ്കിങ് ആണ്. അതായത് എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ലോകത്തെ എൻ്റെ തുറന്ന് എനിക്ക് കാണണം, എൻ്റെ ചെവി തുറന്ന് എനിക്ക് കേൾക്കണം, എൻ്റെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മോട്ടോർ ന്യൂറോൺസ് തമ്മിൽ, അല്ലെങ്കിൽ എൻ്റെ ന്യൂറോൺസ് തമ്മിലുള്ള വയറിംഗ് നടക്കണം. മോട്ടോർ ന്യൂറോൺസ് അവിടെ ഇല്ല കേട്ടോ. മോട്ടോർ ന്യൂറോൺസ് ഇല്ല. അത് പകരമുള്ള 10,000 കോടി ന്യൂറോൺസിൽ ഏകദേശം ഒരു നല്ലൊരു പങ്ക് ന്യൂറോൺസ് ഉള്ള ന്യൂറോൺസിന്റെ വയറിംഗ് നടക്കണം, എൻ്റെ ലേണിംഗ് നടക്കണം എന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിന് നമ്മൾ ആരും വെയിറ്റ് ചെയ്യാറില്ല. ഈ വെയിറ്റ് ചെയ്യാത്തത് തന്നെയാണ് ഫൗണ്ടേഷൻ പ്രോബ്ലം ആണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ മൊത്തത്തിൽ ബാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുട്ടി ഇന്ന് ഒരു എഡ്യൂക്കേഷണൽ പ്രോബ്ലം, ഒരു ലേണിംഗ് ഡിസബിലിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ, 10ാം ക്ലാസ്സിൽ കുറച്ച് മാർക്ക് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ, ഇത് തുടങ്ങിയത് അവിടെ നിന്നാണ്. ഓക്കെ, ഇനി വരുന്ന തലമുറയെങ്കിലും നിങ്ങൾ രക്ഷിക്കണം. ഇനി വരുന്ന തലമുറയെങ്കിലും നമ്മൾ ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം. വലിയ എക്സ്പെക്ടേഷൻസ് പാടില്ല. ഈ ഒരു പ്രായമാണ്, ഇതൊരു എക്സ്പ്ലോറേഷന്റെ പ്രായമാണ്, ഇതൊരു പരീക്ഷണങ്ങളുടെ പ്രായമാണ്, പരാജയങ്ങളുടെ പ്രായമാണ്. കാരണം മനുഷ്യന് വിജയങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള വളരെ കുറച്ചേ ഉള്ളൂ. മനുഷ്യൻ പരാജയപ്പെടുമ്പോഴാണ് മനുഷ്യൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. ഒരു കുട്ടിക്ക് നമ്മൾ ആലോചിച്ച് നോക്കിയ, ഒരു കുട്ടിക്ക് നേരെ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് നടക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അത് മനുഷ്യന്റെ ഡെവലപ്മെന്റൽ സൈക്കോളജി ഒരുപാട് ബാധിക്കുന്നത് കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ബേസിക്കലി കുട്ടി വീണാണ് പഠിക്കുന്നത്. ഒരുപാട് വീണാണ് പഠിക്കുന്നത്. ഒരുപാട് മിസ്റ്റേക്ക് വരുത്തിയ പഠിക്കുന്നത്. ശരിക്കും പഠിക്കേണ്ടതും അങ്ങനെയാണ്. പക്ഷെ നമ്മളുടെ ഹയർ എക്സ്പെക്ടേഷൻസ് കാരണം നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നു? ഉരുട്ടി എഴുതിക്കുന്നു, അക്ഷരങ്ങൾ തെറ്റാതെ എഴുതിക്കുന്നു, വാക്കുകൾ കാണാതെ പഠിപ്പിക്കുന്നു, നമ്മൾ സ്പെല്ലിംഗ് തെറ്റാതെ എഴുതിക്കുന്നു, ഗ്രാമർ തെറ്റാതെ പഠിപ്പിക്കുന്നു.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം ആണ് നമ്മളുടെ കുട്ടികളെ ആദ്യമേ തന്നെ മോശക്കാരാക്കുന്നത്. രണ്ടാമത്, ഈ കുട്ടി ഇനി സ്കൂളിലേക്ക് പോകാണ്. അതായത് ഈ കുട്ടി മേ ബി ഞാൻ ആദ്യം പറഞ്ഞു 3 to 6 സ്കൂൾ വേണ്ട, ഇനി 7 സ്റ്റാർട്ട് ചെയ്തു. അതായത് 6 വയസ്സ് കഴിയുന്ന സമയത്ത്, നമ്മളുടെ നാട്ടിലൊക്കെ നിയമവ്യവസ്ഥ വെച്ചിട്ട് 6 വയസ്സ് കഴിയുന്ന സമയത്ത് 1ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാം. ഓക്കെ, 6-6.5 വയസ്സാകുമ്പോൾ 1ാം ക്ലാസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാം. ഇവിടെ വരുന്ന ഒരു പ്രശ്നം, ആദ്യമേ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു. ആദ്യമേ തന്നെ നമ്മളുടെ ബേസ് ബിൽഡ് ആവേണ്ട രീതിയിലല്ല ബിൽഡ് ആയത്. എന്നാലും വിട്ടോ, നമ്മൾ 1ാം ക്ലാസ്സിലേക്ക് വന്നു. ഈ 1ാം ക്ലാസ്സിൽ വരുന്ന സമയത്ത് നമ്മളുടെ ഒരു കമ്പാരിസൺ നടക്കണം. അതായത് 1ാം ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 25-30 കുട്ടികളുണ്ടാവും. ഒരു ക്ലാസ്സിൽ ഒരു ആവറേജ് സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 30 ആണ്. 30 കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ കുട്ടി മറ്റു കുട്ടികളെ പോലെ അല്ലല്ലോ. എൻ്റെ കുട്ടി മറ്റു കുട്ടികളെ പോലെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, എൻ്റെ കുട്ടി മറ്റു കുട്ടികളെ പോലെ നന്നായിട്ട് മാത്ത് ചെയ്യുന്നില്ല, എൻ്റെ കുട്ടി മറ്റു കുട്ടികളെ പോലെ ഹിന്ദി പഠിക്കുന്നില്ല, എൻ്റെ കുട്ടി മറ്റു കുട്ടികളെ പോലെ പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ വന്നു അല്ലേ. അതായത് നമ്മൾ സാധാരണ പറയും, അതായത് അയൽവക്കത്തെ കുട്ടിയെ പോലെ പെർഫോം ചെയ്തില്ല, എന്തുകൊണ്ട് നീ അയൽവക്കത്തെ കുട്ടിയെ പോലെ പെർഫോം ചെയ്തില്ല എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ വന്നു. ഈ കമ്പാരിസൺ ക്രിയേറ്റ് ചെയ്യുന്ന സ്കൂൾസാണ്. ഈ കമ്പാരിസൺ ആദ്യമേ തന്നെ പാരന്റ്സിന്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്കൂൾസാണ്. സ്കൂൾസ് ഇങ്ങനെ ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ്, നിങ്ങളുടെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ പറയാണ്, നിങ്ങളുടെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, പഠിക്കുന്നില്ല, എന്തോ ഒക്കെ പ്രശ്നമുണ്ട്, മാത്ത് ശരിയല്ല, പക്ഷെ അവന് കളിക്കാൻ ഭയങ്കര മിടുക്കനാ, ഭയങ്കരമായിട്ട് കളിക്കും. അല്ലെങ്കിൽ ചില കുട്ടികളുടെ അടുത്ത് പറയും, ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യും പക്ഷെ സയൻസ് മോശം, സയൻസ് നന്നായിട്ട് കൈകാര്യം ചെയ്യും പക്ഷെ ഹിന്ദി മോശമാണ്. ഇനി ഹിന്ദി വായിക്കാൻ അറിയാം, സംസാരിക്കാൻ അറിയാമെങ്കിൽ പറയും എഴുത്ത് മോശമാണ്. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് കമ്പാരിസൺ, അതായത് മോശമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കമ്പാരിസൺ ആണ്. ഒരു രീതിയിലും ചെയ്യുന്ന ഒരു കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മോഡലൊന്നുമില്ല. ഇനി നിങ്ങൾ PTA മീറ്റിങ്ങിന് പോവാം, സ്കൂളിലെ PTA മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് രസമാണ്. അതായത് ഭയങ്കര കമ്പാരിസൺ ആണ്. മാർക്ക് ഷീറ്റ് ഇങ്ങനെ മോളിലെടുത്ത് വെച്ചേക്കാം. അതായത് ടീച്ചർമാരുടെ ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മളുടെ കുട്ടികളെ താറടിച്ച് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്താണ്, നേരെ മേശപ്പുറത്ത് വന്നിട്ട് സ്കോർ ഷീറ്റ് എടുത്ത് കാണിക്കാം, കണ്ടോ ബാക്കി കുട്ടികളൊക്കെ നല്ല പെർഫോമൻസ് ആണ്, മോശമാണ്, നിങ്ങളുടെ കുട്ടി മോശമാണ്. അപ്പൊ ആദ്യമേ തന്നെ കുട്ടി കേൾക്കുകയാണ് ഞാൻ മോശമാണ്. ഇനി നന്നായിട്ട് എല്ലാ കുട്ടികളും മോശമൊന്നുമല്ല, ഒരു ക്ലാസ്സിൽ മാർക്ക് നേടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ടോപ്പ് റാങ്കുള്ള തലയുയർത്തി നിൽക്കുന്ന ഒരു ബാഡ്ജ് കിട്ടിയ കുട്ടി, അപ്പൊ ആ കുട്ടിയൊക്കെ നോക്കി നമ്മൾ പറയും കണ്ടു പഠിക്കടാ എന്ന് പറയും അല്ല. അയൽവക്കത്തെ ആ കുട്ടിയെ നോക്കി നമ്മൾ പറയും ശർമാജി കാ ബേട്ട എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഹിന്ദിയിലുണ്ട്. അപ്പൊ ഈ പറയുന്ന ശർമാജിയുടെ മകനെ പോലെ നീയും ആകണം, അല്ലെങ്കിൽ തൊട്ടയൽവക്കത്തെ ആളുടെ മകനെ പോലെ നീ ആകണം, അല്ലെങ്കിൽ മകളെ പോലെ ആകണം എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ നടന്നു. കുട്ടിയെ ഡീമോട്ടിവേറ്റ് ചെയ്തു. മറ്റു പല രീതിയിലും നമ്മൾ അവരെ ഹരാസ് ചെയ്യുന്ന ഒരു മോഡലിലേക്ക് ഇത് മാറുകയാണ്. ഇത് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കൂടുകയാണ്. ഇതിന്റെ ഒരു ഇമ്പാക്ട്, ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ കുട്ടിയെ നമ്മൾ ട്യൂഷന് വിടും അല്ലെ. ഫസ്റ്റ് നമ്മൾ സംഭവിക്കുന്ന അടുത്തൊരു മിസ്റ്റേക്ക് ആട്ടോ ഞാൻ പറയുന്നത്. ആദ്യത്തെ മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു, ചിലപ്പോൾ ഇററിപ്പയറബിൾ ഡാമേജ് ആണ്, പക്ഷെ എന്താണ്, മനുഷ്യനാണ്, നമുക്ക് റിപ്പയർ നടക്കും, നമുക്ക് പിന്നീട് കുറെ കാര്യങ്ങൾ നമുക്ക് റിപ്പയറിങ് കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഇവിടെ നടക്കുന്ന ഒരു സംഭവം, LKG പഠിക്കുന്ന കുട്ടിയെ ട്യൂഷൻ വിടുകയാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ട്യൂഷൻ വിടുകയാണ്. അതായത് ട്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും സ്കൂളിൽ നിന്ന് സംഭവിക്കേണ്ട പാഠമാണ്. അതായത് സ്കൂൾ എന്തിനാ ഉള്ളത്, സ്കൂൾ കുട്ടികൾക്ക് ട്യൂഷന് വേണ്ടിയുള്ള സ്ഥലമാണ് അല്ലെ. ട്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് വേറൊരാൾക്ക് ഫീസ് കൊടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. മാതാപിതാക്കൾക്ക് കുട്ടികളെ പഠിപ്പിക്കാം. അതായത് നമ്മൾ മാതാപിതാക്കൾക്ക് തന്നെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയും. ഈ വിഷയമൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഈ കുട്ടികൾ പഠിക്കുന്ന വിഷയങ്ങൾ റോക്കറ്റ് സയൻസ്. ഇനി കുട്ടികളെ നിങ്ങളും പഠിപ്പിക്കണ്ട, മാതാപിതാക്കളും കുട്ടികളെ പഠിപ്പിക്കണ്ട, കുട്ടികൾ സ്വയം പഠിക്കും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വയം പഠിക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ ആളുകൾ ചോദിക്കും, അല്ല മറ്റു കുട്ടിയെ പോലെ ഒന്നില്ലല്ലോ, മറ്റു കുട്ടിയെ പോലെ നന്നായിട്ട് മാത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാതെ പഠിച്ചില്ലല്ലോ, അല്ലെങ്കിൽ മറ്റു കുട്ടിയെ പോലെ നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ കഴിഞ്ഞില്ലല്ലോ. ആ മറ്റു കുട്ടി എന്ന് പറയുന്ന കമ്പാരിസൺ ഒഴിവാക്കിയാൽ തന്നെ ട്യൂഷൻ ഒഴിവാക്കാം. അല്ലെങ്കിൽ മറ്റു കുട്ടി ട്യൂഷന് പോകുന്നുണ്ടല്ലോ, അപ്പൊ എനിക്ക് ഈ കുട്ടി പോയില്ലെങ്കിൽ എന്തോ സംഭവിക്കില്ല. ഇത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നാ പറയാം. ഞാൻ മാത്രം മാറി നിന്നാൽ സമൂഹത്തിൽ എനിക്ക് എന്തോക്കെ നഷ്ടപ്പെടും എന്ന് പറയുന്ന ചിന്താഗതി. ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഫാക്ടറാണ് അടുത്ത വില്ലൻ. നമ്മളുടെ കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിൽ, നമ്മളുടെ കുട്ടികൾ പഠനത്തിൽ മോശക്കാരനാണെങ്കിൽ, നമ്മളുടെ കമ്പാരിസൺ, നമ്മളുടെ എന്തോക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ചിന്താഗതി, കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് പഠിക്കുന്നത്, രാവിലെ സ്കൂളിൽ പോയി വളരെയധികം കഷ്ടപ്പെട്ടു വരുന്ന കുട്ടി അതിലും ബുദ്ധിമുട്ടുള്ള ട്യൂഷന് വിടുന്നത്, അതുപോലെയുള്ള അനാവശ്യമായ ഹോംവർക്കുകൾ ചെയ്യിക്കുന്നത് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ ലേണിങ്ങിനെ ബാധിക്കുന്നുണ്ട്. കാരണം ഇവര് ഒരു സ്വന്തം ലേണിംഗ് സ്റ്റൈൽ ഉണ്ടാക്കേണ്ടതുണ്ട്. മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്റെ ലേണിംഗ് സ്റ്റൈൽ ആയിരിക്കില്ല ഇവിടെയുള്ള വേറെ പലരുടെയും ലേണിംഗ് സ്റ്റൈൽ. എനിക്ക് 4 മക്കളുണ്ട്. എന്റെ 4 മക്കളുടെ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. ഒരാൾ പഠിക്കുന്ന രീതിയിൽ ചിലപ്പോൾ മറ്റൊരാൾ കുത്തിയിരുന്ന് പഠിക്കണമെന്ന് വരില്ല. ചിലപ്പോൾ മറ്റാൾക്ക് വേറെ രീതിയിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ
അത്യാവശ്യം കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യും. ഇനി അടുത്തതായിട്ട് കുട്ടികൾ വളരെയധികം ഡീമോട്ടിവേറ്റഡ് ആണ്. ഒരാൾക്ക് പഠിക്കാൻ വേണ്ട അല്ലെങ്കിൽ ഉയരാൻ വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് മോട്ടിവേഷൻ. അത് കുറെ മോട്ടിവേഷൻ സ്പീച്ച് ഒന്നും അല്ല കേട്ടോ. അതായത് പലരും പറയും മോട്ടിവേഷന് വേണ്ടി കുറെ മോട്ടിവേഷണൽ ക്ലാസ്സുകൾ സ്കൂളിലൊക്കെ എടുക്കും. അതൊന്നുമല്ല. മോട്ടിവേഷണൽ ക്ലാസ്സുകൾ എടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ കുറച്ച് ക്ലാസ്സുകൾ നടന്നു, അല്ലെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ കിട്ടി, അത് ഒരു ചെറിയൊരു ബൂസ്റ്റ് ആണ്. പക്ഷേ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? കുട്ടികൾ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ വേണം. അതായത് സ്വന്തം ഉള്ളിൽ നിന്നൊരു മോട്ടിവേറ്റഡ് ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകൾ പറയാ സ്വയം പഠിക്കാനുള്ള കഴിവ് ഇവനില്ലാട്ടോ എന്ന് ആദ്യമേ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യാണ്. അത് നമ്മൾ പറഞ്ഞ് അതായത് ഈ കുട്ടി ചെറിയൊരു ഭാഷയിൽ അല്ലെങ്കിൽ ചെറിയൊരു സബ്ജക്റ്റിൽ മോശമാവുന്ന സമയത്ത് പറയാണ് ഇതിന് സ്വയം പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, ഇതിന് ട്യൂഷന് ഇറക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ എയർലി ചൈൽഡ് സൈക്കോളജിസ്റ്റുകളുടെ ഒക്കെ അടുത്ത് കുട്ടികളെ വളരെ നേരത്തെ പ്രായത്തിൽ കൊണ്ടുപോകുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. കാരണം ആളുകൾ ഒരു ആങ്സൈറ്റിയാണ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ്. എന്റെ കുട്ടിക്ക് എന്തോ കുറവുണ്ട്, അയൽവക്കത്തെ കുട്ടി പ്രശ്നമില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്ന കുട്ടി എന്തുകൊണ്ട് ഫസ്റ്റ് ആയി, എന്റെ കുട്ടി ഫസ്റ്റ് ആവുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു ആങ്സൈറ്റിയുടെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതുപോലെയുള്ള അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പല പ്രയോഗങ്ങളും നമ്മളുടെ പല ഭാഷകളും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മളുടെ കുട്ടികളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഡീമോട്ടിവേഷൻ അവരുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. അത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ വീട്ടിലെ പണികൾ, ആക്ച്വലി കുട്ടികളാണ് വീട്ടിലെ ഉത്തരവാദിത്വത്തോടെ വീട്ടിലെ പണികൾ ചെയ്യേണ്ടത്. അതായത് വീട്ടിലെ ഇലക്ട്രിക്കൽ വർക്ക്, വീട്ടിലെ പ്ലംബിംഗ് വർക്കുകൾ, വീട്ടിലെ ചുറ്റുപാടുമുള്ള കൃഷിപ്പണികൾ, അല്ലെങ്കിൽ വീട്ടിലെ മാതാപിതാക്കൾ ചെയ്യുന്ന എല്ലാ പണികളും, അതായത് ഇപ്പൊ വാർഡ്രോബിൽ നിങ്ങൾക്ക് ഈ പറയുന്ന തുണി മടക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അലക്കുക, അല്ലെങ്കിൽ പാത്രം കഴുകുക, അല്ലെങ്കിൽ മുറി വൃത്തിയാക്കുക എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ ചെയ്യാനുണ്ട്. പക്ഷെ എന്താണ്, കുട്ടികൾ ഇതിലൊക്കെ ഒരു കൈൻഡ് ഓഫ് ഇംപെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അതായത് ഭയങ്കര പെർഫെക്ഷനോട് കൂടി കുട്ടികൾ അത് ചെയ്യില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഭയങ്കര പെർഫെക്ഷനോട് ഒരാൾ ചെയ്താൽ അയാൾക്ക് ഗ്രോത്തിന് ഓപ്ഷൻ ഇല്ല. അയാൾ എന്ത് ചെയ്യുന്ന മിസ്റ്റേക്കുകളിലൂടെ ലേൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വരുന്ന കുട്ടിയുടെ അടുത്ത് പറയണ, നീ നിന്റെ ഷർട്ട് അയൺ ചെയ്ത് ശരിയാവില്ല, നീ നിന്റെ തുണി മടക്കി വെച്ചാൽ ശരിയാവില്ല, നീ പാത്രം കഴുകിയാൽ ശരിയാവില്ല, ആ പാത്രത്തിൽ കംപ്ലീറ്റ് അഴുക്കാണ്, നീ പോയിട്ട് ഒരു ഗാർഡൻ നന്നാക്കി അവിടെ നിറച്ച് പുല്ലായിരിക്കും, നീ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്തു, ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും ചെറിയ കുട്ടികൾ പല കഴിവുകൾ ഉണ്ടെങ്കിലും അവരത് അങ്ങോട്ട് ഒളിച്ചു വയ്ക്കും. കാരണം അവർക്ക് അത് പുറത്തു പറയാൻ പേടിയാ. ഇത് സെയിം തന്നെ വീട്ടിൽ സംഭവിക്കും, സെയിം തന്നെ റിപ്ലിക്ക സ്കൂളിലും സംഭവിക്കും. സ്കൂളിൽ പറയാണ് നിനക്ക് സ്വയം പഠിക്കാനുള്ള കഴിവൊന്നുമില്ല. ആദ്യമേ തന്നെ ടീച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നതാണ്, ഞങ്ങൾ വരും പഠിപ്പിക്കും, നിങ്ങൾ പഠിച്ചോളൂ. ഇതൊരു ഡിമോട്ടിവേഷനാ. പഠിക്കാൻ കഴിവുള്ള, അതായത് മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യേണ്ട എങ്ങനെയാ? നിനക്ക് പഠിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല, നിനക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല, പരിശ്രമിക്കുക, പരാജയങ്ങൾ വരും, ഇതാണ് മോട്ടിവേഷൻ. അല്ലാതെ ഒരിക്കലും പരാജയപ്പെടുന്ന സമയത്ത് തന്നെ നിന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, നിന്നെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാ കൂടും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു സ്റ്റൈലിലല്ല പോകേണ്ടത്. അപ്പൊ ഡിമോട്ടിവേഷൻ ഫ്രം സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു ഫാക്ടറാണ്. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ്. അതായത് മനുഷ്യൻ പഠിക്കണമെങ്കിൽ അവൻ പഠിക്കുന്ന കാര്യത്തെ ഇഷ്ടപ്പെടണം. പഠിക്കുന്ന കാര്യത്തെ ഇഷ്ടപ്പെട്ടാൽ മാത്രം മനുഷ്യന് പഠിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അവർക്ക് ആ പഠിപ്പിക്കുന്ന ആളെ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ പഠിക്കുന്ന കണ്ടന്റ് ഇഷ്ടപ്പെടണം, അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ ലവ് ചെയ്യാൻ പറ്റണം, അതിനെ ഇഷ്ടപ്പെടാൻ പറ്റണം, പൂർണ്ണമായി ഇഷ്ടപ്പെടാൻ പറ്റണം. അതിനുവേണ്ടി അതിന്റെ അറ്റ്മോസ്ഫിയർ ശരിയാവണം, അവന്റെ മൈൻഡ് സെറ്റ് ശരിയാവണം, വീട്ടിലുള്ള ട്രീറ്റ്മെന്റ് ശരിയാവണം, സ്കൂളിൽ നിന്നുള്ള ട്രീറ്റ്മെന്റ് ശരിയാവണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരാളെ എല്ലാ വിഷയവും എല്ലാവർക്കും പഠിക്കാൻ കഴിയില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആളുകളുടെ ഒരു വലിയ സംശയം, ഇപ്പൊ ഹാഷ് ഫ്യൂച്ചർ സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ എല്ലാ സബ്ജക്റ്റൊന്നും പഠിപ്പിക്കില്ല കേട്ടോ, കുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ പഠിച്ചോളും. അതായത് പല ടോപ്പിക്സ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, പല കാര്യങ്ങൾ, കേസ് സ്റ്റഡികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒക്കെ ഓക്കെയാണ്. പക്ഷെ ലാംഗ്വേജുകൾ, എല്ലാ ലാംഗ്വേജുകളൊന്നും പഠിപ്പിച്ചു പോകുന്ന സ്റ്റൈലൊന്നുമില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആളുകൾ ചോദിക്കും, ഈ ലാംഗ്വേജ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഈ കുട്ടികൾ ഈ ഭാഷയൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിയും? ഞാൻ ജാപ്പനീസ് പഠിച്ച ആളാ, എനിക്ക് സ്കൂളിൽ നിന്നൊന്നും ജാപ്പനീസിന്റെ ABCD അറിയില്ല. ജപ്പാൻ എന്നുള്ള രാജ്യം ഉള്ളതായിട്ട് എനിക്കറിയാം. എന്താണ് ഹിരോഷിമ, നാഗസാക്കി ബോംബൊക്കെ ഉള്ളത്, അണുബോംബൊക്കെ വീണത് കൊണ്ട് നമുക്കതറിയാം. അതിൽ കൂടുതൽ ജാപ്പനീസ് അറിയില്ല. പക്ഷെ എന്താണ്, ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ ജാപ്പനീസ് പഠിച്ച ആളാണ്. ഇനി ഞങ്ങളുടെ ഒരു നാട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലും നോർത്ത് ഇന്ത്യൻസ്, ഏകദേശം ഒരു 3.5 lakhs അടുത്ത് നോർത്ത് ഇന്ത്യൻസ് ഉള്ളൊരു പ്രദേശമാണ് പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്ത് ഏകദേശം ഒരു 90-95% ആളുകൾക്ക് ഹിന്ദി അറിയാം. പക്ഷെ ഹിന്ദി എഴുതാനോ വായിക്കാനോ അറിയില്ല, പക്ഷെ എന്താണ്, സംസാരിക്കാൻ അറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. കാരണം അത് അവർ ആ ഒരു ആവശ്യത്തിന് വേണ്ടി പഠിച്ചതാണ്. അപ്പൊ ഈ പറയുന്ന ലവ് ഫോർ ദ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും വലിയ എക്സ്റ്റെൻഡിലേക്ക് പോകും. അങ്ങനെയാണ് ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാവുന്നത്.
എങ്ങനെയാ ശരിക്കും ശാസ്ത്രജ്ഞന്മാരാണ്? ഈ ശാസ്ത്രജ്ഞന്മാരെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ PhD ഒന്നും നേടിയ ആളുകളല്ല കേട്ടോ. നമ്മൾ ആദ്യമേ ഈ തെറ്റിദ്ധാരണകൾ മാറ്റുക. PhD നേടിയ അല്ലെങ്കിൽ വലിയ ഡിഗ്രികൾ നേടിയ ടോപ്പ് നോച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച ആളുകളൊന്നുമല്ലേ വലിയ ശാസ്ത്രജ്ഞന്മാര്. ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഐസക് ന്യൂട്ടനൊക്കെ എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് പുറത്തായ ആളാണ്. അതായത് പ്രോപ്പർ സ്കൂളിംഗ് കിട്ടാത്ത ആളാണ് ഐസക് ന്യൂട്ടനും ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ എനിക്ക് തോന്നുന്നു വീണ്ടും കുറച്ചും കൂടി പഠിച്ച ആളാണ്, കുറച്ചും കൂടി ഇത് ചെയ്താണ്. പക്ഷെ അതുപോലും ഇല്ലാത്ത പലർക്കും എന്തുണ്ട്, ഈ പറയുന്ന പല കാര്യങ്ങളിലും ഒരു 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 വലിയൊരു ഹോൾഡ് കിട്ടുന്നുണ്ട്. കാരണം എന്താണ്, അവര് ഈ പറയുന്ന പോലെ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ട് പഠിച്ച ആളാണ്. ഇനി ഷേക്സ്പിയർ എന്ന് പറഞ്ഞ ആൾക്ക് വലിയ ഡിഗ്രിയോ കാര്യങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷേക്സ്പിയർ മറ്റേ ഒരു ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലാംഗ്വേജിൽ PhD എടുത്ത ആളൊന്നുമല്ല, അല്ലെങ്കിൽ ഡ്രാമയിലും പ്ലേയിലൊന്നും PhD എടുത്ത ആളൊന്നുമല്ല. അദ്ദേഹം വളരെ സാധാരണക്കാരനായ ആളാണ്. അല്ലെങ്കിൽ നിങ്ങൾ JK റൗളിങ്ങിനെ എടുത്ത് കാണാൻ പറ്റും. അവരൊരിക്കലും ഈ പറയുന്ന പോലെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതാനോ അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ ഒന്നും കോളേജ് ലെവലിൽ പഠിച്ച ആളൊന്നുമല്ല. അവർക്ക് വേറെ പല സബ്ജക്റ്റുകൾ പഠിച്ച ആളാണ്. ഇനി ആപ്പിൾ മാക്കിൻടോഷ് ഡെവലപ്പ് ചെയ്ത, അല്ലെങ്കിൽ ആപ്പിളിന്റെ ഡിസൈൻ ഒക്കെ ചെയ്ത, ആപ്പിൾ എന്ന് പറയുന്ന കമ്പ്യൂട്ടറും ഐഫോൺ ഒക്കെ ഡിസൈൻ ചെയ്ത സ്റ്റീവ് ജോബ്സ്, അല്ലെങ്കിൽ അതിന്റെ പയനിയർ ആയിരുന്ന സ്റ്റീവ് ജോബ്സ് ഒരിക്കലും ഏറ്റവും കൂടുതൽ പഠിച്ചത് കാലിഗ്രഫിയാണ്. കമ്പ്യൂട്ടർ സയൻസിനേക്കാളും അദ്ദേഹം കൂടുതൽ പഠിച്ചത് കാലിഗ്രഫി പോലെയുള്ള സാധനങ്ങൾ. അപ്പൊ ഇതൊരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട എല്ലാത്തിന്റെ ബേസിക്സ് ഒക്കെ കൊടുത്തിട്ട കുട്ടികൾ. അങ്ങനെയല്ല, കുട്ടികൾക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ടൈം കൊടുക്കുക, പല പല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ടൈം കൊടുക്കുക, നിർബന്ധിക്കാതിരിക്കുക. നമ്മൾ നിർബന്ധിച്ചാൽ പഠിക്കില്ല. ഇനി ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ്, ഇപ്പൊ എന്റെ മുന്നിലുള്ള പാരന്റ്സിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏജ് 25 to ഒരു 55 വരെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ടെക്നോളജി വന്നല്ലോ, ലോകം മൊത്തം മാറിയല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. നിങ്ങളുടെ അടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നടക്കുമോ? നടക്കില്ല. നേരെ മറിച്ച് ഞാൻ ഹാഷ്മിച്ച് സ്കൂളില് ഒരു ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് ലോവർ ഗ്രേഡിൽ ഒരു കുട്ടിക്ക് കൊടുത്താൽ ആ കുട്ടി ഡെവലപ്പ് ചെയ്യും. കാരണം എന്താ, ഇന്ന് അവനെ സപ്പോർട്ട് ചെയ്യാൻ ക്ലോഡ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ആ കുട്ടിക്ക് ഒരു ഗെയിമാ ഡെവലപ്പ് ചെയ്യ ഗെയിം എന്ന് അതിനോട് കമാൻഡ് ചെയ്ത് പറഞ്ഞാൽ മതി. അതിന് ടൈപ്പ് ചെയ്ത് പോലും കൊടുക്കണ്ട. കമാൻഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പുറം ആ സൈഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ കംപ്ലീറ്റ് എഴുതിയിട്ട് ഒരു ഗെയിം ഉണ്ടാക്കി തരും, ഗെയിം ബിൽഡ് ചെയ്യും. നേരെ മറിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്ന ഒരു കുട്ടിക്ക് പോലും ആ ഒരു സ്കില്ല് പഠിപ്പിക്കുന്നില്ല കേട്ടോ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ കുട്ടികൾ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ അവർ അതിന്റെ മാക്സിമം ലെവലിലേക്ക് പോകും. ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, അതായത് 13ഉം 15ഉം വയസ്സിലൊക്കെ കമ്പനികൾ ബിൽഡ് ചെയ്ത കുട്ടികളുണ്ട്. അല്ലെങ്കിൽ ടെക്നോളജി വലിയ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജിയും വലിയ മുതിർന്ന ആളുകൾ, PhD നേടിയ ആളുകൾ പോലും പറയാത്ത അത്രയും കാര്യങ്ങൾ പറയുന്ന കുട്ടികളുണ്ട്, അത്രയും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന കുട്ടികളുണ്ട്, റിസർച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്, എക്സ്പെരിമെന്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊന്നും വേറെ വിദേശത്തേക്കൊന്നും പോണ്ട. പലരും ഈ വിദേശത്ത് അമേരിക്കയിൽ കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന, UK ഇങ്ങനെ പഠിക്കുന്നതൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യും. ഇല്ല, നമ്മുടെ നാട്ടിലുണ്ട്, വയനാടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എറണാകുളത്തുണ്ട്, മലപ്പുറത്തുണ്ട്, പല സ്ഥലത്തും പല കുട്ടികളും ഉണ്ട്, ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ. ഈ കുട്ടികളുടെ ഗണത്തിൽ തന്നെയാണ് നിങ്ങളുടെ കുട്ടിയും പെടുക, നമ്മളുടെ കുട്ടികൾ എല്ലാവരും പെടുക. കാരണം എന്താണ്, എല്ലാ കുട്ടികളും ബ്രില്യൻ്റാണ്. പക്ഷെ എന്താണ്, സിസ്റ്റമാണ് അവരെ മോശക്കാരാക്കുന്നത്. സിസ്റ്റത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. വളരെ നേരത്തെ പഠിക്കുക, വളരെ നേരത്തെ നിർബന്ധമായിട്ട് പഠിപ്പിക്കുക. വളരെ നേരത്തെ പഠിക്കേണ്ടത് എന്താണ്, ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളാണ്, എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ചില സമയത്ത് അവർ കളിപ്പാട്ടങ്ങൾ പൊളിച്ചെടുക്കും. കാരണം എന്താണ്, അവർക്ക് ഇഷ്ടം അതാണ്, കളിപ്പാട്ടത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയണമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും ലേൺ ചെയ്യേണ്ടത്. അപ്പൊ മനുഷ്യൻ പഠിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടണം. ഇനി എനിക്ക് ഒരു 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 പ്രത്യേക ഓത്തർ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇനി കമ്പ്യൂട്ടർ ടെക്നോളജി ഒന്നും വിട്ടോ, എനിക്ക് പെയിന്റിങ് ഇഷ്ടമാണെന്ന് വെച്ചോ, എനിക്ക് പെയിന്റിങ്ങിനെ കുറിച്ച് ABCD അറിയില്ല. പക്ഷെ പെയിന്റിങ്ങിനെ ഒരിക്കൽ ഞാൻ ഇഷ്ടപ്പെട്ടാൽ, ഒരാൾ എനിക്ക് പരിചയപ്പെടുത്തുകയാണ്, നല്ല ഈ പെയിന്റിംഗ് എന്നൊക്കെ പറഞ്ഞതിന് ഇത്രയും ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ട് കേട്ടോ, ഇത്രയൊക്കെ ഡയമെൻഷൻസിൽ നമുക്ക് ചിന്തിക്കാം, ഇത്രയും ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് പറയുകയും എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്താൽ, ഞാൻ നാളെ ഒരു മാസത്തിനുള്ള നല്ലൊരു പെയിന്ററായി മാറും. കാരണം എന്താണ്, നല്ലൊരു ആർട്ടിസ്റ്റായി മാറും. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് പഠിക്കും. ഓക്കെ, അടുത്തത് മനുഷ്യൻ പിന്നെ പഠിക്കാനുള്ള ഒരു കാരണം ലേൺ ഔട്ട് ഓഫ് ദ നീഡാണ്. അതായത് ആവശ്യം. ഈ കുട്ടികൾക്ക് ഈ ആവശ്യം എന്ന് പറയുന്നത് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചിട്ടില്ല. പാരന്റ്സ് വലിയ ഒരു ചെറിയൊരു തെറ്റായ മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ളവരാണ്. അതായത് 3 വയസ്സിൽ സ്കൂളിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു, എന്നിട്ട് പറയാണ് നീ ഒരു ഡിഗ്രി PG ഒക്കെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ MBBS ചെയ്യണം. മിനിമം ഒരു മലയാളി ഒരു പാരന്റിന്റെ ഏറ്റവും മിനിമം ആഗ്രഹം എന്താ, മക്കളെ നീറ്റ് എഴുതി MBBS കയറണം.
ഓക്കെ, ഈ നീറ്റ് എഴുതാനുള്ള പാടറിയില്ല, നീറ്റ് എഴുതുന്ന ക്രൗഡിന്റെ നമ്പർ അറിയില്ല, ഓപ്പർച്യൂണിറ്റി നീറ്റ് എഴുതി കഴിഞ്ഞിട്ട് ഇനി UG കഴിഞ്ഞാൽ PG ചെയ്യാണ്ട് രക്ഷയില്ല എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ടെക്നോളജി ഡോക്ടർമാരെ റീപ്ലേസ് ചെയ്യുന്നു ഞാൻ പറയില്ല, എന്നാലും ഡോക്ടർമാരുടെ ഏകദേശം ഒരു 90% പണിയെടുക്കുന്ന രീതിയിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തൊന്നും അറിയില്ല. എന്താണ് ചെറുപ്പം തന്നെ നമ്മൾ പറഞ്ഞേക്കണം നീ ഡോക്ടർ ആവണം. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ എന്താണ്, ഞാൻ പഠിക്കാൻ വേണ്ടിയുള്ള ആളാണ്, ഞാൻ വീട്ടിലെ പണികളിൽ സഹായിക്കാനുള്ള ആളല്ല, സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങൾ നേടേണ്ട ആളല്ല, അധ്വാനിക്കേണ്ട ആളല്ല, എന്തെങ്കിലും സമ്പാദിക്കേണ്ട ആളല്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതി കയറണം. അങ്ങനെ പാരന്റ് ഒരു ഐഡിയ കൊടുക്കണം, അതായത് നിനക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചോളാം, നിനക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചോളാം. അതായത് ചെറുപ്പത്തിൽ നിന്റെ ഫീസ് ഞാൻ കൊടുത്തോളാം, നിന്റെ ട്യൂഷൻ ഫീസ് ഞാൻ കൊടുത്തോളാം, നിന്റെ ബസ് ഫീസ് ഞാൻ കൊടുത്തോളാം, എല്ലാം കൊടുത്തോളാം. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഡിഗ്രി കഴിഞ്ഞാലും PG കഴിഞ്ഞാലും ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു അഷ്വറൻസ്, ഒരു സം കൈൻഡ് ഓഫ് റോങ് അഷ്വറൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു നീഡ് ക്രിയേറ്റ് ചെയ്യണം. കുട്ടികളുടെ അടുത്ത് പറയണം സ്വയം അധ്വാനിച്ച് പഠിക്കണം, സ്വയം അധ്വാനിച്ച് സ്വന്തം ഫീസ് അടയ്ക്കുന്ന രീതിയിൽ പഠിക്കണം. ഇപ്പൊ ഞങ്ങൾ ഹാഷ്മിച്ചു സ്കൂളിൽ ഈ വർഷം സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഒരു ടാർഗറ്റ് തന്നെ അതാണ്, 25% കുട്ടികൾ സ്വന്തം ഫീസ് അടിച്ച് പഠിക്കണം. കാരണം അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇവര് മണിയുടെ വാല്യൂ അറിയും, ഹൗ ടു ക്രിയേറ്റ് മണി എന്നറിയും, ഹൗ ടു യൂട്ടിലൈസ് മണി എന്നറിയും, അല്ലെങ്കിൽ എങ്ങനെയാണ് ലോകത്തിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് എനിക്കൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നറിയും. അല്ലാതെ ഒരു ജോലി തേടി നടക്കുന്ന ഒരാളെയും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ജോലി തേടി നടക്കുന്ന ആളുകളല്ല ഇനിയുള്ള കാലഘട്ടത്തിന് ആവശ്യം. ഇനിയുള്ളൊരു കാലഘട്ടത്തിന് ആവശ്യം ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ. അപ്പൊ നീഡ് വരണം. നീഡ് എന്ന് പറയുന്നത് നമുക്ക് തുടക്കം മുതലേ എന്ത് ചെയ്യാം, ചെറിയ പ്രായത്തിലൊന്നും നീഡൊന്നും ഉണ്ടാവില്ല, കാരണം ഒരു കളിപ്രായമാണ്, വളരെയധികം രസകരമായ രീതി. പക്ഷെ ഒരു 5ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ കുട്ടികൾക്ക് ഒരു നീഡ് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് യു സ്റ്റാർട്ട് ഏർണിംഗ് സംതിങ്, യു സ്റ്റാർട്ട് സോൾവിങ്. ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഈ വീടിന് നൽകുക, നിങ്ങൾ നമ്മളുടെ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുക, നിങ്ങൾക്കൊരു ഓണർഷിപ്പ് ഉണ്ട്, ലെറ്റ്സ് കം ആൻഡ് ലെറ്റ്സ് ഡിസ്കസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് സ്വന്തം സൈക്കിളുകൾ അസംബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് പല പല കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പൊ നീഡ് എന്ന് പറയുന്നത് ചെറിയ പ്രായം മുതലേ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ അട്ടർ ഫെയിലിയർ ആണ്. ഇവിടെ മലയാളികളായ പാരന്റ്സ് അട്ടർ ഫെയിലിയർ ആണ്. കാരണം എന്താ, പാരന്റ്സ് നമ്മൾ നീഡില്ല, നമ്മൾ പറയാണ് നിങ്ങളുടെ സ്കൂൾ ഫീസ് ഇനി എല്ലാം കഴിഞ്ഞു, ഡിഗ്രിയും കഴിഞ്ഞു, PGയും കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് വിദേശത്ത് പോകണോ, ഞങ്ങൾ ലോൺ എടുത്തു തരാം, വീട് ഈട് വയ്ക്കാം, ഞങ്ങൾ സ്വർണം ഈട് വയ്ക്കാം, ലോൺ എടുത്തു തരാം. അപ്പൊ ഇവർക്ക് കിട്ടുന്ന മെസ്സേജ് വളരെ റോങ് ആണ്. നീഡ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. വൺസ് ലവ് ഫോർ ലേണിംഗും നീഡും ഇല്ലെങ്കിൽ പഠനം അവിടെ നടക്കില്ല. അപ്പൊ ഒരിക്കലും നിങ്ങളുടെ കുട്ടികൾ പഠിക്കാത്തതിന്റെ കാരണമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ വർക്ക്ഔട്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? ബേസിക്കലി ഞാൻ ഇതുവരെയുള്ള പ്രോബ്ലംസ് പറഞ്ഞു, ഇപ്പൊ KG പ്രോബ്ലംസ് പറഞ്ഞു, ഏർലി എഡ്യൂക്കേഷനിലെ പ്രോബ്ലംസ് പറഞ്ഞു, എല്ലാ സബ്ജക്റ്റുകളും ഇങ്ങനെ അവിയൽ സാമ്പാർ പരുവത്തിൽ പഠിപ്പിക്കുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇതെല്ലാമാണ് നമ്മളുടെ റിയൽ പ്രോബ്ലംസ്. എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധി കുറവുന്നുണ്ടായിട്ടുള്ളൂ, കുട്ടിക്ക് ബുദ്ധി കൂടുതലാണ്. കാരണം ഇവർക്ക് ഈ ലോകത്തെ കൃത്യമായിട്ട് അറിയാം. അതായത് നമ്മൾ മനസ്സിലാക്കാത്ത രീതിയിൽ ഈ ലോകത്തെ കുറിച്ച് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർക്കറിയാം MBBS നേടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എഞ്ചിനീയറിംഗ് നേടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം IIT-യിലുള്ള ആളുകൾക്ക് ഒരു പ്ലേസ്മെന്റ് ഇല്ലാത്ത കാലഘട്ടം. IIT-യിൽ പഠിച്ച് ഇറങ്ങിയ ആളുകൾക്ക് ഈ വർഷം പ്ലേസ്മെന്റിൽ ഏകദേശം 38% പ്ലേസ്മെന്റ് ഇല്ല. അല്ലെങ്കിൽ ഒരു ഡോക്ടർ കഴിഞ്ഞാൽ UG കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, MBBS കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടി വന്ന ഒരു 10,000 രൂപ ശമ്പളം കിട്ടും. ഓക്കെ, അതേസമയം ഇത്രയും കഷ്ടപ്പെടാതെ നാട്ടില് വേറെ പണികൾ നടത്തുന്ന ആളുകൾ വീടുകൾ വരെ പണിയും ആ പ്രായത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ PG ചെയ്യണം, PG ചെയ്യണമെങ്കിൽ പിന്നെ പെണ്ണ് കെട്ടണം, ആ പെണ്ണ് കെട്ടി അതിന്റെ കിട്ടിയ സ്ത്രീധനം വെച്ചിട്ട് വേണം, ഡൗറി വെച്ചിട്ട് വേണം PG-ക്ക് പോകാൻ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് റിയാലിറ്റി അറിയാം. സോ ദേ വിൽ സ്റ്റാർട്ട് തിങ്കിങ്. അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ പഠിക്കാതിരിക്കുന്നത്. പഠിക്കാത്തവർ തുടക്കത്തിലെ ബുദ്ധിമാന്മാരാണ്. കാരണം കുറച്ചൊക്കെ അത്യാവശ്യം ഏർലി സ്റ്റേജിൽ അവർ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കും. അറ്റ്ലീസ്റ്റ് ദേ വിൽ സ്റ്റാർട്ട് തിങ്കിങ് ഇൻ എ പർപ്പസ്. അപ്പൊ ഞാൻ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ വേണ്ടെന്നല്ല പറയുന്നത്, ബട്ട് ദിസ് ഇസ് എ ഡിഫറെന്റ് തോട്ട് പ്രോസസ്. അപ്പോൾ നീഡ്, അതായത് ഈ സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യും, ഇതിനോട് റിവോൾട്ട് ചെയ്യും, ബേസിക്കലി റിവോൾട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ശരിക്കും ഈ കുട്ടികള് ഒരു റിസർച്ച് മോഡലിലേക്കോ അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്കോ കുട്ടികളെ നമുക്ക് നയിക്കണമെങ്കിൽ വിൽ ഹാവ് ടു മേക്ക് എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റിംഗ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലവ് ഫോർ ലേണിംഗ് ക്രിയേറ്റ് ചെയ്യണം. ഈ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് എങ്ങനെയാ? കുട്ടികൾ, ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, കുട്ടികൾ ഗെയിം കളിക്കുന്ന പ്രായമാണ്. കുട്ടികളൊക്കെ കളിക്കുന്ന ഗെയിം നമുക്ക് പോലും കളിക്കാൻ പറ്റില്ല. നമ്മളൊന്ന് കളിക്കാൻ നോക്കിയാൽ നമ്മൾ അഷ്ടം ഫെയിലിയർ ആവും. നമുക്കൊരിക്കലും അത് പഠിക്കാനോ മനസ്സിലാക്കാനോ അതിന് സ്ട്രാറ്റജൈസ് ചെയ്യാനോ അതിലെ പ്രോബ്ലം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനോ നമുക്ക് സാധിക്കില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, ഗെയിമിൽ പ്ലേസ് ചെയ്യുക. എങ്ങനെയാണ് സാധിക്കുക? ഈ ഗെയിം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അതായത് ഒരുപാട് പ്രോബ്ലം സോൾവിങ് ഉണ്ട്, ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അപ്ലൈ ചെയ്യണം, ഒരുപാട് ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തണം, ഒരുപാട് നെറ്റ്വർക്കിംഗ് നടത്തണം, ഒരുപാട് ടീം ബിൽഡിംഗ് ഒക്കെ നടത്തണം. അപ്പൊ ഗെയിം നടക്കുന്നുണ്ടെങ്കിൽ ആ ഗെയിമിനെ മീനിങ് ഫുൾ ആക്കുക,
കൺസ്ട്രക്റ്റീവ് ഗെയിമിങ്ങിലേക്ക് വിടുക. അതിന് ചെറിയൊരു നല്ലൊരു സൊല്യൂഷനാണ് കോഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെറുപ്രായത്തിലേ പഠിക്കുക. അപ്പൊ പലർക്കും സംശയമുണ്ട്, ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ ഏത് പ്രായത്തിൽ പഠിപ്പിക്കാം? അപ്പൊ പലപ്പോഴും സ്കൂളിലൊക്കെ ഈ ആളുകളുടെ ചിന്ത മൊത്തം സ്കൂളുമായിട്ട് ലിങ്ക്ഡ് ആട്ടോ. അപ്പൊ സ്കൂളിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കും, സി വെച്ചാൽ തുടങ്ങുക. അതായത് ടർബോ സി എന്ന് പറയുന്ന ഒരു, നിങ്ങൾ ടെക്നോളജി എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ടർബോ സി വെച്ച് തുടങ്ങാം. ടർബോ സിയിൽ #std ഐയോട് ഒട്ടിച്ച് #കോണയോട് ഒട്ടിച്ച് #include കോണയോട് ഒട്ടിച്ച് അടിക്കുമ്പോൾ തന്നെ ഏകദേശം പലരുടെയും പരിപാടി തീരും. പിന്നെ 2-3 എററും കാണുമ്പോൾ പരിപാടി തീരും, അവിടെ നിർത്തും. അങ്ങനെയല്ല, രസകരമായ സ്ക്രാച്ച് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഗെയിം കളിക്കുന്ന ലാഘവത്തോടെ കുട്ടികൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാം, റോബ്ലോക്സിൽ പഠിക്കാം, മൈൻക്രാഫ്റ്റിൽ പഠിക്കാം. ഇനി ലാംഗ്വേജ് ലേണിംഗിലേക്ക് വന്ന ലാംഗ്വേജ് ലേണിംഗ് എങ്ങനെ ഇൻട്രസ്റ്റ് ആക്കാം? ഒരു ടീച്ചർ വന്നിട്ട് പറയാണ് A for ആപ്പിൾ, B for ബോൾ എന്ന് പറഞ്ഞ് പാട്ട് പാടിയിട്ട് കാര്യമൊന്നുമില്ല. ടീച്ചർ വന്നിട്ട് ഈ ഇംഗ്ലീഷിന്റെ ആൽഫബറ്റ്സ് ABCDEFG ഇങ്ങനെ പാട്ട് പോലെ പാടിയിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം. ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മളുടെയും നിങ്ങളുടെയും മൊബൈലിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഒരു ടീച്ചർ ഇന്ററാക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷിന്റെ ഏറ്റവും നല്ല ഇംഗ്ലീഷിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ മോഡലിൽ അവർക്ക് പഠിക്കാൻ പറ്റും. ഇനി നേരെ മറിച്ച് മൈക്രോസോഫ്റ്റിന്റെ റീഡിംഗ് കോച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് സെന്റൻസ് സ്ട്രക്ചറിങ് മോശമാണ്, അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ മോശമാണെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളുണ്ട്. അത് കുട്ടികളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത് മൊബൈലിലാണ്, ഇത് ഡിവൈസിലാണ്, ഗെയിമിലാണ് ഒക്കെ കിടക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കണം. ഇനി മാത്ത് ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ എന്താണ്? ഒരിക്കലും മാത്തിന്റെ ഈ ഒരു ഫോർമുലയും മാത്തമാറ്റിക്കൽ ടേബിളൊന്നും കാണാതെ പഠിച്ചിട്ട് ഇതുവരെ ആരും നല്ല മാത്തമാറ്റീഷ്യൻസ് ആയിട്ടില്ല. ലോകത്തെല്ലാം നല്ല മാത്തമാറ്റീഷ്യൻസും സ്ലോ ലേണേഴ്സ് ആണ്. നമ്മൾ അതുകൂടി മനസ്സിലാക്കണം. ഈ അബാക്കസ് പോലെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികൾ അബാക്കസിനൊക്കെ വിട്ടിട്ട് ഭയങ്കര അഭിമാനത്തോടെ മാതാപിതാക്കൾ പറയാണ്, എൻ്റെ മക്കൾ അബാക്കസിന് പോകുന്നുണ്ട്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കുട്ടി ചെറുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കാൽക്കുലേഷൻ നിലനിൽക്കില്ല. കാരണം മാത്സിന്റെ ഡെപ്തിലേക്ക് പോകാതെ ഒരിക്കലും റിയൽ മാത്തിലേക്ക് അവർ എത്തില്ല. റിയൽ മാത്തിലേക്ക് എത്താതെ ഒരു റിയൽ പ്രോബ്ലം സോൾവർ ആവില്ല. അപ്പൊ റിയൽ മാത്ത് പഠിക്കണമെങ്കിൽ എന്താണ്? കേസ് സ്റ്റഡികളും സിനാരിയോയും വെച്ച് റിയൽ ലൈഫിൽ നിന്ന് പഠിക്കണം. നമ്മുടെ കുട്ടിയെ ഒരു കടയിൽ വിട്ടു കഴിഞ്ഞാൽ ആ കുട്ടി റിയൽ ടൈമിൽ മണി ട്രാൻസാക്ഷൻ നടത്തും. മണി ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു കറൻസി സെൻസ് കിട്ടും, ഒരു നമ്പർ സെൻസ് കിട്ടും. റൈറ്റ്. അപ്പൊ ഇങ്ങനെ പറയുന്ന രീതിയിൽ പാരന്റ്സിനെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ പലപ്പോഴും പാരന്റ്സ് കൈയഴുക. പാരന്റ്സ് പറയാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കുട്ടിയെ നടക്കാൻ പഠിപ്പിക്കുന്ന സ്കൂളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെ ഏൽപ്പിക്കും. ട്യൂഷന് വിട്ട്, അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു പാരന്റ് ഒരു +2 പഠിക്കുന്ന കുട്ടിയെ ട്യൂഷന് വിടുന്നത് കണ്ടു എറണാകുളത്ത്. 2,30,000 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. ഒന്ന് ചിന്തിച്ചു നോക്കി. സ്കൂളിലെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുകയാണ്, നല്ല സ്കൂളില്, നല്ല ഇന്റർനാഷണൽ സ്കൂളില് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു പാരന്റ് 2.25 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് +1 ട്യൂഷൻ വിടാം. അതായത് 4 സബ്ജക്ട്, ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. ഈ 4 സബ്ജക്റ്റിന് വേണ്ടി ട്യൂഷന് 2,30,000 രൂപ കൊടുക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ചു. അപ്പൊ 2 കൊല്ലം പഠിപ്പിക്കാൻ ഏകദേശം ഒരു 4-4.5 ലക്ഷം രൂപയായി അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ഓവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഇതൊക്കെ കുട്ടിയുടെ പ്രോബ്ലം. കുട്ടിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, കുട്ടി മാത്ത് പഠിക്കുന്നു, മറ്റത് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്നു, ഹിന്ദി പഠിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ് ഇങ്ങനെ റിജിഡായി മാറി. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? എഡ്യൂക്കേഷനെ ഇൻട്രസ്റ്റിംഗ് ആക്കുക. കുട്ടികൾ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് എഡ്യൂക്കേഷൻ കൊണ്ടുവരിക. ഇനി നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത വിഷയങ്ങൾ കുട്ടികൾ പഠിക്കുക. അതായത് കുട്ടികൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അവരൊരു കാര്യം പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ അവരത് നിമിഷ നേരം കൊണ്ട് പഠിക്കും, വലിയ സമയമൊന്നും കൊടുക്കില്ല. അവിടെയാണ് സ്കൂൾസ് വേറൊരു ഫെയിലിയർ ആവുന്നത്. കാരണം സ്കൂൾസിന് കുട്ടികളെ അടക്കിയിരുത്തണമെങ്കിൽ നടക്കില്ല. കാരണം ഇവർക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഈ ആക്ടിവിറ്റി കൊടുത്തുകൊണ്ട് കുട്ടികളെ ഒതുക്കിയിരുത്തുക എന്ന് പറയുന്നതാണ് സ്കൂളിന്റെ മെയിൻ വിനോദം. പലപ്പോഴും ആളുകൾ സ്കൂളിനെ സോഷ്യലൈസേഷനുമായിട്ട് ബന്ധിപ്പിക്കാറുണ്ട്. അതായത് സാമൂഹിക ബോധം കിട്ടുക സ്കൂളിൽ നിന്നാന്ന് പറയും. ഞാൻ പറയുന്നത് റോങ്ങാന്ന് പറയും. കാരണം എന്താ? സ്കൂളിൽ നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ആളോട് മിണ്ടിയാ എന്ത് ചെയ്യും? മിണ്ടിയ അവിടെ ഉടനെ അടിയാ, അല്ലെങ്കിൽ ഫൈനാണ്. മിണ്ടരുത് എന്നാണ് സ്കൂളിൽ കൊടുക്കുന്ന ഓർഡർ. മിണ്ടാതെ എങ്ങനെ സോഷ്യലൈസ് ചെയ്യും? അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണയാണ്. സോഷ്യലൈസേഷനൊക്കെ പാരന്റ്സിന് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയകളുണ്ട്. അല്ലെങ്കിൽ കുട്ടിക്ക് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയകളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടിക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയ ഉണ്ട്. ഒറ്റ കാര്യമുള്ളൂ, കുട്ടിക്ക് അതിനുള്ള ഫ്രീഡം കൊടുക്കണം. നമ്മൾക്ക് ഫ്രീഡം തരാതെ നമ്മൾ കെട്ടിയിട്ടുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ പഠിക്കണമെന്ന് ഈ പ്രായത്തിൽ പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ നടക്കൂല. അപ്പൊ നമ്മൾ പറയാ ഞാൻ 10-25 കൊല്ലം പഠിച്ചാല്, അന്ന് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല. കാരണം ലോകം ഒരുപാട് മാറിപ്പോയി. ഈ ലോകത്ത്
B.Ed കഴിഞ്ഞ M.Ed കഴിഞ്ഞ ടീച്ചർമാർക്ക് പോലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അല്ലെങ്കിൽ M.Tech കഴിഞ്ഞ് PhD കഴിഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർമാർക്ക് പോലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ലോകം മാറി, അത്രക്ക് മാറി. ആ മാറ്റത്തിന്റെ സ്പീഡ് വളരെ ഭയങ്കര ഫാസ്റ്റാണ്, ലൈറ്റ്നിങ് ഫാസ്റ്റാണ്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷനെ മീനിങ് ഫുൾ ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ പർപ്പസ് ഒന്ന് സെറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ഇൻഫർമേഷൻ ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതല്ല. ഒരു റൈറ്റ് ഹ്യൂമൻ ബീങ്ങിനെ ഒരു നർച്ചർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. റൈറ്റ് ഹ്യൂമൻ ബീങ്ങിനെ നർച്ചർ ചെയ്തെടുക്കുക എങ്ങനെയാണ്? അവരൊരു നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് ക്രിയേറ്റീവ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു ഇവന്റ്, അതായത് കേരളത്തിൽ ക്രിയേറ്റീവ് ഇക്കോണമി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡിസ്കഷനിൽ പങ്കെടുത്തു. അവിടെ അവർ പറയുന്ന എല്ലാം ഈ ഹയർ എഡ്യൂക്കേഷനിൽ എങ്ങനെ ക്രിയേറ്റീവ് ആക്കുക എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ പ്രശ്നം ഹയർ എഡ്യൂക്കേഷനിലല്ല, നമ്മളുടെ പ്രശ്നം ഗ്രാസ് റൂട്ട് ലെവലിലാണ്. ഈ പറയുന്ന പ്രീ സ്കൂൾസിലാണ്, ഈ പറയുന്ന ഏർലി എഡ്യൂക്കേഷനിലാണ്, ഈ പറയുന്ന K-12 എഡ്യൂക്കേഷനിലാണ്, അതായത് ഗ്രേഡ് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലാണ്. ഇവിടെ നല്ല ക്രിയേറ്റീവ് ആയ കുട്ടികൾ, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ട് കുട്ടികൾ, ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവേഴ്സ് ആണ്. ഈ പ്രോബ്ലം സോൾവേഴ്സിനെയും ഈ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയാണ്, നീ മിണ്ടാതിരിക്കുക, നിനക്ക് അഭിപ്രായമൊന്നുമില്ല, ഞങ്ങൾ പഠിപ്പിക്കുന്നു, പഠിക്കുക, നിനക്ക് ഞാൻ ട്യൂഷന് പോയി പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ കെട്ടുപാടുകളിൽ പെടുത്തുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് പിന്നെ സ്വയം ചിന്തിക്കാനോ പഠിക്കാനോ കഴിയില്ല. നമുക്ക് കഴിയില്ല, അതായത് നമ്മൾക്ക് പോലും കഴിയില്ല. അതായത് പഠിക്കണമെന്ന് വളരെയധികം നീടുള്ള നമുക്ക് പോലും കഴിയാത്ത കാരണം പലപ്പോഴും നമ്മൾ കെട്ടുപാടുകൾക്കുള്ളിലാണ്. ഇനി അടുത്തത്, നമ്മൾ എഡ്യൂക്കേഷനെ മീനിങ് ഫുൾ ആക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൃത്യമായ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കുക. അടുത്തത് നമ്മൾ മീനിങ് ഫുൾ ആക്കുക. നമ്മൾ ചിന്തിച്ചാൽ മതി, എന്താണ് എഡ്യൂക്കേഷൻ, റൈറ്റ് ആയിട്ട് എന്താണ് എഡ്യൂക്കേഷൻ കൊണ്ട് സെർവ് ചെയ്യേണ്ടത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള കാലഘട്ടത്തിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഈ ഭാഷകളും ഒക്കെ കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഗ്രാമറൊക്കെ കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഹിന്ദി എല്ലാവരെയും വലിയൊരു വിഷയമാണ്, എല്ലാ പാരന്റ്സിന്റെയും വലിയൊരു കൺസേൺ ആണ് ഹിന്ദി. ഹിന്ദി നിങ്ങൾക്ക് അറിയില്ലെങ്കിലും, ഞാൻ നേരത്തെ ആദ്യമേ എൻ്റെ നാടിന്റെ എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾക്കൊരു നീഡ് വരുമ്പോൾ നിങ്ങൾ ഹിന്ദി പഠിക്കും, സിമ്പിൾ ആയിട്ട് പഠിക്കും. കാരണം നിങ്ങൾക്ക് നീഡ് വന്നു, അത് ആദ്യമേ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും. ഇനി കുറച്ചും കൂടി അടുത്ത ഗ്രേഡിലേക്ക് പോകണം, നിങ്ങൾക്കൊരു എഴുത്ത് എഴുതണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടിയുള്ള ഹിന്ദി പഠിക്കും, കാരണം നിങ്ങൾക്കത് ചെയ്തേ പറ്റൂ. അപ്പൊ ഇതുപോലെയുള്ള ഒരു മീനിങ് ഫുൾ ആക്കുക. റിയൽ വേൾഡ് എങ്ങനെയാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ പ്ലേസ് ചെയ്യുക. റിയൽ വേൾഡിൽ ടെക്നോളജി ഉണ്ട്, റിയൽ വേൾഡിൽ കാൽക്കുലേറ്റർ ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. അവിടെ നിങ്ങൾ ഈ കുട്ടികളെ ഇതൊന്നും കാണാതെ പഠിപ്പിക്കേണ്ട. അപ്പൊ ആളുകൾ പറയും ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത് ഇതിലൊന്നുമില്ല. കാണാതെ പഠിച്ചിട്ട് എവിടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കാൻ? ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വയറിങ്ങും റീവയറിങ്ങും നടക്കുന്നത് ശരിക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ ഹാൻഡ്സ് ഓൺ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്ന് ഫെയിലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്ത് റിയൽ വേൾഡിൽ കാര്യങ്ങൾ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ്. അവിടെ നിന്നാണ് റിയൽ ലേണിംഗ് നടക്കുന്നത്. ഒരിക്കലും ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ, ഈ ആവശ്യമില്ലാത്ത കുറെ ഡേറ്റുകളും ആവശ്യമില്ലാത്ത കുറെ ചരിത്ര സംഭവങ്ങളും കാണാതെ പഠിക്കാല്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ കുറെ ഡേറ്റുകൾ പഠിക്കാന്നുള്ളതല്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ ചേഞ്ചുകളെ കുറിച്ച്, മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാന്നുള്ളതാണ്. മനുഷ്യന് ആ മാറ്റങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്തൊരു മാറ്റത്തിലേക്ക്, അടുത്തൊരു ബിഗർ ചേഞ്ചിലേക്ക് എനിക്ക് എങ്ങനെ പോകാമെന്ന് പഠിക്കലാണ്. അങ്ങനെ റിയൽ വേൾഡിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ ആളുകൾ ചോദിക്കും, റിയൽ വേൾഡിൽ പഠിക്കാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ റിയാലിറ്റിയിലൊക്കെ പഠിച്ച 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഓപ്പൺ സ്കൂളിൽ നിന്ന് സിമ്പിൾ ആയിട്ട് എഴുതിയെടുക്കാന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇഗ്നോയുടെ ഒരു ഡയറക്ടറിന്റെ ഒരു സ്പീച്ച് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തത് അവര് ഈ ഇഗ്നോനെ മാത്രമേ പറയുള്ളൂ. അവർ പറഞ്ഞത് NIOS എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു സംവിധാനത്തെ കുറിച്ചാണ്. സ്കൂൾ തലത്തിൽ ഓപ്പൺ സ്കൂളിൽ പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുക്കാം, ഇഷ്ടമില്ലാത്തത് തള്ളിക്കളയാം എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഓപ്ഷൻസ് കൊടുക്കുക. 10th-ലും 12th-ലും ഇതുപോലെയുള്ള ഓപ്ഷൻസ്. ഇനി 10th എഴുതാതെ 12th എഴുതാം, അതറിയോ? അതായത് നിങ്ങൾക്ക് 10th എഴുതാതെ 12th എഴുതാൻ പറ്റുന്ന ജനറൽ എഡ്യൂക്കേഷൻ GED പോലെയുള്ള മോഡൽസ് ഉണ്ട്. US-ലൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ, നമ്മുടെ നാട്ടിൽ അപ്രൂവ്ഡ് അല്ല, വിദേശ രാജ്യങ്ങളിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള മോഡൽസ് അവൈലബിൾ ആണ്. ഇനി ഇതൊന്നും വേണ്ട, 10th-ഉം 12th-ഉം ഒന്നും വേണ്ടാതെ തന്നെ റിസർച്ച് ചെയ്യുന്ന കുട്ടികളുണ്ട്, ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്, IT കമ്പനികളിൽ മേജർ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്ന ആളുകളുണ്ട്, മേജർ റിസർച്ചുകളിൽ പാർട്ടായ ആളുകളുണ്ട്. ഇതൊന്നും പലർക്കും അറിയില്ല. എല്ലാവരും ചിന്തിക്കുന്നത് എന്താ, സ്കൂളിൽ വിട്ടാല് അല്ലെങ്കിൽ കോളേജിൽ വിട്ടാൽ അവിടെയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിച്ച് മുഴുവൻ A+ നേടി പുറത്തുനിന്ന് അടിപൊളിയാന്ന. ഈ മുഴുവൻ A+ നേടിയവൻ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല, അതറിയോ? 10th കഴിഞ്ഞ ഒരു കുട്ടിക്ക് +1-ന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ അറിയില്ല. +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഡിഗ്രിക്ക് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല. അതുവരെ പഠിച്ച പാഠങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു എൻട്രൻസ് പരീക്ഷ എഴുതാൻ അറിയില്ല. വീണ്ടും വിടുകയാണ് 3-4 കൊല്ലം എൻട്രൻസ് കോച്ചിങ്ങിന്. എന്ത് മീനിങ് ഇതിലുള്ളത്? കൃത്യമായ മീനിങ് ഉണ്ട്, എഡ്യൂക്കേഷന് കൃത്യമായ മീനിങ് ഉണ്ട്. ഒരൊറ്റ കാര്യമുള്ളൂ,
വിൽ ഹാവ് ടു സ്റ്റോപ്പ് ആൻഡ് ചെക്ക്. ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് പോയിന്റുകൾ വെക്കണം. നമ്മൾ നോക്കണം ഈ പഠിക്കുന്ന കാര്യം റിയൽ വേൾഡിൽ എവിടെയെങ്കിലും ഉണ്ടോ? 4 കൊല്ലം എഞ്ചിനീയറിംഗിന് പോകേണ്ട കാര്യമുണ്ടോ? 4 കൊല്ലം ഡിഗ്രിക്ക് പോകേണ്ട കാര്യമുണ്ടോ? 6 മാസം കൊണ്ട് പഠിക്കുന്നവൻ ഈ 4 കൊല്ലം പഠിച്ചവനേക്കാൾ കൂടുതൽ സാലറിയിൽ IT കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ ബാക്ക്ഗ്രൗണ്ട് IT ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു കമ്പനിയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ AI-യുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ $6.5 ലക്ഷം സാലറി ഓഫർ ചെയ്യുന്നത്. $6.5 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. $1 ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ 80 ലക്ഷം രൂപയായി. 8 4s are 32. ഒരു 3 കോടി രൂപയുടെ മുകളിൽ വാർഷിക ശമ്പളം മേടിക്കുന്ന ഒരു ജോലിക്ക് അവർ പ്രത്യേകം എഴുതിയേക്കാം, നിങ്ങൾക്ക് ഡിഗ്രിയോ ക്വാളിഫിക്കേഷനോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് പണി അറിയാവുന്ന ആളുകൾ മതി. അപ്പൊ ഈ പണി എങ്ങനെ പഠിക്കും? ഈ പണി പഠിക്കണമെങ്കിൽ വീണ്ടും കമ്പനി പോയി ട്രെയിൻ ചെയ്യും? ഇല്ല. ചെറിയ പ്രായം മുതലേ ടെക്നോളജി എല്ലാം പഠിക്കാൻ പറ്റുന്ന അവസരങ്ങൾ കുട്ടികളുടെ മുമ്പിലുണ്ട്. ഈ കുട്ടികൾ ജനിച്ചു വീണത് ടെക്നോളജി വേൾഡിലാണ്. അപ്പൊ ടെക്നോളജി ഉള്ള കാലഘട്ടത്തിൽ ടെക്നോളജി ഉപയോഗിക്കുക. ChatGPT ഉള്ള കാലത്തിൽ ChatGPT എഴുതുക. ChatGPT കൊണ്ട് എഴുതുക എന്ന് പറയുന്നതാണ് ഇനിയുള്ള ഒരു കാലഘട്ടത്തിലെ മീനിങ് എഡ്യൂക്കേഷൻ. അല്ലാതെ വീണ്ടും നിങ്ങൾ ഗ്രാമറൊക്കെ ശരിയാക്കി ഈ ഗ്രാമറൊക്കെ പഠിച്ച് പാസ്റ്റ് പ്രസന്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും ഒക്കെ പഠിച്ചു വന്നിട്ട് നിങ്ങൾക്ക് എഴുതാം എന്ന് പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല. വലിയ വലിയ സാഹിത്യകാരന്മാരൊന്നും ഈ പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റും ഒന്നും പഠിച്ചു വന്ന ആളുകളൊന്നുമല്ല. നിങ്ങളുടെ ഭാഷ ശരിയാക്കാൻ ഇന്ന് സിസ്റ്റത്തിന് കഴിയും. അങ്ങനെയുള്ള സമയത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള അടുത്ത പണി തേടി പോവുക എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യേണ്ടത്. അപ്പൊ മീനിങ് ഫുൾ ആക്കുക, എഡ്യൂക്കേഷനെ മീനിങ് ഫുൾ ആക്കുക, പർപ്പസ്ഫുൾ ആക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഹാഷ് ഫ്യൂച്ചർ സ്കൂൾ ഉള്ളത്. ഹാഷ് ഫ്യൂച്ചർ സ്കൂൾ എപ്പോഴും നിലകൊള്ളുന്നത് മീനിങ് ഫുൾ എഡ്യൂക്കേഷന് വേണ്ടിയാണ്, കുട്ടികളുടെ ഒരു ഫ്രീഡത്തിന് വേണ്ടിയാണ്, വീട്ടിലെ ഹാപ്പിനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. പലപ്പോഴും വീട്ടിലെ സന്തോഷം കെടുത്തുന്ന ഒരു കാര്യം എഡ്യൂക്കേഷനാണ്. മാതാപിതാക്കളും കുട്ടികളുമായുള്ള ബന്ധം കെടുത്തുന്നത്, തല്ലിക്കെടുത്തുന്നത് എഡ്യൂക്കേഷനാണ്. ശരിക്കും കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ഏറ്റവും നല്ല രീതിയിൽ ഇൻവോൾവ്മെന്റ് വേണ്ടത് പാരന്റ്സിനാണ്, ടീച്ചേഴ്സിനല്ല, സ്കൂളിനല്ല. അത് ഹാഷ് ഫ്യൂച്ചർ സ്കൂൾ ആയാലും അല്ല. ഓക്കെ, അപ്പൊ അവിടെ കുട്ടികളെ ഈ പറയുന്ന പോലെ മോട്ടിവേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ മെന്റർ ചെയ്യാനും പാരന്റ്സിന് പറ്റും. അപ്പൊ പലപ്പോഴും പറയും എനിക്ക് വലിയ ക്വാളിഫിക്കേഷൻ ഇല്ല, എനിക്ക് ഇതിലൊന്നും വലിയ എക്സ്പീരിയൻസ്, ഇതൊന്നും വേണ്ട. നമ്മളുടെ കുട്ടികളിലൂടെ നമ്മൾ നല്ലൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറും. നമ്മളുടെ കുട്ടികളിലൂടെ നമ്മൾ നല്ല ടെക്നോളജി പഠിക്കുന്ന ആളായിട്ട് മാറും. നമ്മളുടെ കുട്ടികളിലൂടെ നമ്മൾ കോലേൺ ചെയ്യും. ബട്ട് ദ ഓൺലി തിങ് ഈസ് ദാറ്റ് നമ്മൾ ആ ഈഗോ മാറ്റി വെക്കണം. നമ്മളുടെ ഒരു ഈഗോ ഉണ്ട്, ഞാൻ എല്ലാം തികഞ്ഞ ആളാണ്, ഞാൻ പറയും നീ കേൾക്കണം എന്ന് പറയുന്ന ആ ഈഗോ അങ്ങോട്ട് മാറ്റി വെക്കുക. കുട്ടികളുടെ കൂടെ പഠിക്കുക, കുട്ടികളുടെ കൂടെ കോ ക്രിയേറ്റ് ചെയ്യുക, അവരുടെ കൂടെ ഒരു ടീം ബിൽഡ് ചെയ്യുക. വീട്ടിലൊരു ടീം ബിൽഡ് ചെയ്യണം. നമ്മളുടെ വീട്ടില് രാവിലെ എഴുന്നേറ്റ് പണിയെടുക്കേണ്ടത് മാതാവ് മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ പുറത്തുപോയി പണിയെടുത്ത് സമ്പാദിക്കേണ്ടത് പിതാവ് മാത്രമൊന്നുമല്ല. നമ്മൾ കുട്ടികളെ ഈ പറയുന്ന കുട്ടുത്തരവാദിത്തത്തിൽ പെടുത്തണം. ഇതാണ് ഹാഷ് ഫ്യൂച്ചർ സ്കൂളിന്റെ മോട്ടോ. അതായത് ബേസിക്കലി വി ആർ ബിൽഡിംഗ് എ ഹാപ്പി സൊസൈറ്റി. ഒരു ഹാപ്പി സൊസൈറ്റിയുടെ ബിൽഡിംഗ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഫാമിലിയാണ്. പലപ്പോഴും ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നടക്കുന്ന ഏറ്റവും മുന്നിലുള്ള ഫിൻലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ എഡ്യൂക്കേഷൻ 7 വയസ്സിലെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 7 വയസ്സ് വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെയാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് ഒരു റൈറ്റ് ഗൈഡൻസ് കിട്ടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കൊന്നും വേണ്ട. അപ്പൊ ഈ പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് മൈഗ്രേറ്റ് ചെയ്ത പാരന്റ്സ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോരാന്ന് പറഞ്ഞ് ട്യൂഷന് ഇറക്കും. വീണ്ടും ട്യൂഷൻ വേണം. അതുകൊണ്ടാണ് ഈ ട്യൂഷൻ കമ്പനികൾ ഭയങ്കരമായിട്ട് എമർജ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ട്യൂഷൻ കമ്പനികൾ ഭയങ്കര സക്സസ്ഫുൾ ആണ്. കാരണം എന്താ? ഇവിടെ നിന്ന് ഇങ്ങനെ കാണാതെ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങൾ ഭയങ്കര സക്സസ്ഫുൾ ആണ്. കാരണം ഈ കാണാതെ പഠിപ്പിച്ച് കുട്ടികളെ എൻട്രൻസ് പാസ്സാക്കി എടുക്കുക. അങ്ങനെയല്ല, ശരിക്കും നല്ല ഓപ്പൺ മൈൻഡോട് കൂടി വിട്ടാൽ എല്ലാ കുട്ടികളും ബ്രില്യൻ്റ് ആണ്, എല്ലാ കുട്ടികളും. പക്ഷെ പലരും പല രീതിയിലാണ് ബ്രില്യൻ്റ് ആവുന്നത്. എല്ലാവരും ഒരുപോലെ തന്നെ സ്റ്റേജിൽ കയറി പ്രസംഗിച്ച് ബ്രില്യൻ്റ് ഒന്നും ആവില്ല. 55% ആളുകൾ ഇൻട്രോവേർട്സ് ആണ്. അതായത് ഒരു സ്റ്റേജ് ഫിയർ ഉള്ള, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മുന്നിൽ പെട്ടെന്ന് പോയിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള, പക്ഷെ അവരാണ് ഏറ്റവും ബ്രില്യൻ്റ്. ഈ പറയുന്ന ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണ് കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക, ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്ന കുറച്ചും കൂടി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ. ഇപ്പൊ എന്നെ പോലെ ഒരുപാട് ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഒരു ദിവസം 100 പേരെയൊക്കെ മീറ്റ് ചെയ്യും. 100 പേരെ മീറ്റ് ചെയ്യുന്നതിൽ ചിലപ്പോൾ ഒരാളെ പോലും എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അതേസമയം കുറച്ചും കൂടി ഒരു ചിന്തിച്ച് ഒരാളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ, അയാൾ ആ ബന്ധം കാലാകാലം നിലനിർത്തും. അപ്പൊ ഇപ്പൊ സ്റ്റേജിൽ കയറി സംസാരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഉടനെ തന്നെ ഒരു വിവാഹ വേദി കയറി ഡാൻസ് കളിക്കണമെന്നൊന്നുമില്ല. പലപ്പോഴും ആളുകൾ പറയാം ഭയങ്കര സ്മാർട്ടായിട്ട് കുട്ടി, എന്താ ആ കുട്ടി ചെന്നപ്പോ തന്നെ അവിടെ കല്യാണ വീട്ടിൽ ഒരു ചെറിയൊരു പരിപാടി നടക്കായിരുന്നു, പാട്ടിട്ടു ഡാൻസ് കളിച്ചു, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടത്. അങ്ങനെയൊന്നും അല്ല. ബ്രില്യൻസ് അങ്ങനെയൊന്നും അല്ല അളക്കേണ്ടത്, അല്ലെങ്കിൽ ഈ കേപ്പബിലിറ്റീസ് അങ്ങനെയൊന്നും അല്ല അളക്കേണ്ടത്. ടേക്സ് ടൈം. ചില സമയത്ത് നമുക്ക് ഏർലി പ്രോഡിജി പോലെയുള്ള കുട്ടികളുടേതായ കുറെ നല്ല കാര്യങ്ങൾ, അതായത് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവരുടേതായ കുറെ കാര്യങ്ങൾ കാണിക്കാൻ അവർക്ക് സമയം കിട്ടും. അവരുടേതായ കുറെ ക്രിയേറ്റീവ് ബിൽഡ് നടത്താൻ അവർക്ക് സമയം കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങളിൽ ഏർലി പ്രോഡിജി പോലെയുള്ള, അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ
അവര് സാമർത്ഥ്യം തെളിയിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ ആദ്യമേ തന്നെ സാമർത്ഥ്യം തെളിയിക്കുന്ന ആൾ തന്നെയാണ് അവസാനം വരെ നിലനിൽക്കാമെന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ കേരളത്തിൽ തന്നെ ഒരുപാട് അവസ്ഥകൾ എടുത്തു നോക്കിയാൽ നമുക്കത് തിരിയും. അപ്പോൾ ഇനിയിപ്പോ ആദ്യമേ തന്നെ ബ്രില്യൻസ് പ്രകടിപ്പിച്ചു എന്ന് വിചാരിച്ച് പേടിയും വേണ്ട. ആളുകൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്, അതായത് കണ്ണു കിട്ടും, അല്ലെങ്കിൽ സമൂഹം ആളുകൾ അസൂയയോടെ നോക്കിക്കാണുമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഈ ഇന്ന് ലോകത്തെ ടെക്നോളജിയുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഇലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം 8-ാമത്തെ വയസ്സിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 13-ാമത്തെ വയസ്സിൽ ഒരു കമ്പനി സെല് ചെയ്ത ആളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ പേടിയൊന്നും വേണ്ട. അത് കാലാകാലം നിലനിൽക്കാം, പക്ഷെ പലരും പല രീതിയിലാണ്. അപ്പൊ ഈ പറയുന്ന ഒരു കൈൻഡ് ഓഫ് മീനിങ് ഫുൾ എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക, ഇഷ്ടമുള്ള വിഷയങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പഠിക്കുക, ഗെയിം പോലെയുള്ള കാര്യങ്ങൾ കളിച്ചു പഠിക്കുക, അവര് ഭാഷകൾ പ്രയോഗിച്ച് പഠിക്കുക, സംസാരിച്ച് പഠിക്കുക, ബിസിനസ് ചെയ്ത് പഠിക്കുക, ഐഡിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് മേക്കർ ഫസ്റ്റ് പോലെയുള്ള ഇവന്റുകളിലൂടെ പഠിക്കുക, അവരുടേതായ രീതിയിൽ ഇവന്റുകൾ കോർഡിനേറ്റ് ചെയ്ത് ലീഡർഷിപ്പ് പഠിക്കുക എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് തോട്ട് പ്രോസസ്സിലാണ് ഹാഷ് പിച്ച് സ്കൂൾ ഉള്ളത്. അപ്പൊ ഹാഷ് പിച്ച് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കൂടുതലും നമ്മളൊരു 7 വയസ്സിൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. 6 വയസ്സിൽ നമ്മൾ ഗ്രൂമിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഗ്രൂമിങ്ങിനൊന്നും വലിയ പഠനമോ കാര്യങ്ങളൊന്നും ഇല്ല. 7 വയസ്സിലും ഈ പറയുന്ന കേസ് സ്റ്റഡികളാണ് നമ്മൾ കൂടുതലും കൊടുക്കുക, ഒരിക്കലും സബ്ജക്റ്റുകളല്ല. നമ്മളുടെ ഇവിടെ കുട്ടികൾ ഒരു കേസ് സ്റ്റഡിയിൽ പോകുമ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈവൻ ഇൻക്ലൂഡിങ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വരെ പഠിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിലാണ് ഹാഷ് പിച്ച് സ്കൂൾ ഉള്ളത്. അപ്പൊ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല, മണ്ടന്മാരാണ് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ അവർക്ക് കൊടുത്ത അവസരങ്ങൾ തെറ്റാണ്, നമ്മൾ അവരോട് ചെയ്ത സമീപനങ്ങൾ തെറ്റാണ്, സിസ്റ്റം അവരോട് ചെയ്യുന്നത് തെറ്റാണ്. A+ നേടാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ. അതിനെ മീനിങ് ഫുൾ ആക്കുക എന്ന് പറയുന്ന ഒരു പർപ്പസ് സെറ്റ് ചെയ്യുന്ന, ഒരു നീഡ് സെറ്റ് ചെയ്യുന്ന, ഒരു ലവ് ഫോർ ലേണിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഏത് കുട്ടിയും ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കും. ഒരിക്കലും അഡീഷണൽ ട്യൂഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് കുട്ടികളെ വിടുകയായിരുന്നു. മാർക്ക് കുറഞ്ഞോട്ടെ, കുറെ മാർക്ക് കുറഞ്ഞോട്ടെ, പക്ഷെ അവരുടേതായ ഒരു ലേണിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് മാറും. ചിലപ്പോൾ അവർക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു വിഷയത്തിൽ അവർ ഭയങ്കര ഡീപ്പായിട്ട് ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് അതിന് ഒരു ഓണ്ടർപ്രണറിയൽ മൈൻഡ് സെറ്റോട് കൂടി അതിന് സെല്ല് ചെയ്ത് ഒരുപാട് മണി ജനറേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരാളായിട്ടൊക്കെ മാറും. അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് ശരിക്കും നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ആകെത്തുകയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രശ്നം നമ്മുടെ കുട്ടികൾക്കല്ല, പ്രശ്നം സമൂഹത്തിനാണ്. അതായത് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കൾ ബ്രില്യൻ്റ് ആണ്, സിസ്റ്റത്തിന് എന്തോ പ്രശ്നമുണ്ട്, അത്യാവശ്യം ഒന്ന് മാറി ചിന്തിക്കാനും അത്യാവശ്യം ഒന്ന് മാറി നടക്കാനും ഞാൻ തയ്യാറായാൽ മതി. എൻ്റെ കുട്ടിയെ അങ്ങനെ മാറി നടക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നൽകിയാൽ മതി എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് വിജയങ്ങൾ കൊയ്യുവാൻ കഴിയും. സോ താങ്ക്സ് എ ലോട്ട് ഫോർ ലിസണിങ് ടു ദിസ് വെബിനാർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കേണ്ടി വരും, കാരണം ഇത് ടീംസ് ആയതുകൊണ്ട് ഇവിടെ ചാറ്റ് ചെയ്യാൻ നമ്മൾക്ക് ഇതിൽ ആഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അലി അക്ബർ എന്നാണ്. ഞാൻ ഒരു ഫസ്റ്റ് കയറാൻ പറ്റിയില്ല, എനിക്ക് കുറച്ച് വൈകിട്ട് കയറിയത്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ മനസ്സിലായി. ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണോ അതല്ല ഓഫ്ലൈനിലാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ എനിക്ക് 2 കുട്ടികൾ പ്രധാനമായിട്ട് സ്കൂളിൽ പഠിക്കുന്നത്. ഒരാൾ 7th ഇപ്പോൾ പഠിക്കുന്നത്, ഒരാൾ 4th. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ നിങ്ങളെ എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റുക? ഓക്കെ, നമ്മളുടേതൊരു താങ്ക്സ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മളുടേത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ആളുകൾ ഈ ഓൺലൈൻ ലേണിങ്ങിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നടക്കേണ്ടത് ഓൺലൈനിൽ നിന്നാണ്. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. എനിക്ക് ഒരു 15 വർഷത്തോളം IT എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പല കാര്യങ്ങളും, പലതല്ല, എൻ്റെ 100% ലേണിംഗ് നടക്കുന്ന ഓൺലൈനിൽ നിന്നാണ്. ഇന്ന് നിങ്ങൾ ഉൾപ്പെടെ പലരും, ഇപ്പോൾ അലി സാഹിബ് ഉൾപ്പെടെ പലരും പഠിക്കുന്നത് ഓൺലൈനിൽ നിന്നാണ്, പല കാര്യങ്ങളും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് സ്കൂളിൽ നിന്നാണ് പഠിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫിസിക്കൽ സ്കൂളിൽ നിന്നാണ് പഠിക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലിമിറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന് ഞങ്ങളുടെ കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുന്നത് ഓപ്പൺ എയ്ഡ് എഞ്ചിനീയേഴ്സിൽ നിന്നാണ്. കാരണം അവർ ക്രിയേറ്റ് ചെയ്ത സിസ്റ്റംസ് യൂസ് ചെയ്ത് അവരുടെ എഞ്ചിനീയേഴ്സിന്റെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ, അങ്ങനെ കോഴ്സ് മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷെ സ്കൂളിലേക്ക് വരുമ്പോൾ ആരോ പബ്ലിഷ് ചെയ്ത ഒരു ബുക്കിന്റെ പുറകെ പോകണം, ഒരു പബ്ലിഷർ
വർഷങ്ങളെടുത്ത് 20-25 വർഷം കഴിഞ്ഞ ടെക്നോളജികളെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. രണ്ടാമത്, എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല, കുട്ടികൾ ശ്രദ്ധിക്കില്ല, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയി പോകും എന്ന് പറയുന്ന ഒരു ചിന്താഗതി നമുക്കുണ്ട്. ഒന്നുമില്ല, അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഫാസ്റ്റ് ആയിട്ട് പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ആക്ടിവിറ്റി കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നമുക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ഒരിക്കലും ഗെയിമും കളിച്ച് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പോവില്ല. നമുക്ക് ഫ്രീ ടൈം കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മുതിർന്ന ആളുകൾ ഫ്രീ ടൈം കിട്ടിയ ഉടനെ തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കും, ഫേസ്ബുക്ക് എടുത്ത് നോക്കും, വാട്സപ്പ് എടുത്ത് നോക്കും. ഗെയിം നമുക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ കളിക്കില്ല, റൈറ്റ്? നമ്മൾ റീൽ എടുത്ത് നോക്കും, ഒക്കെ നമ്മൾ നോക്കും. അപ്പൊ ഇത് ആ മീനിങ് ഫുൾ ആയിട്ട് ഒരു പർപ്പസ് ഉള്ള ആളാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. കാരണം എന്താണ്? അയാൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകും. അപ്പൊ ഒരു പർപ്പസ് മീറ്റ് ചെയ്യുക, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഓൺലൈൻ ലേണിംഗ് കൃത്യമായി നടക്കും. ഞാൻ ആമുഖമായിട്ട് അത് പറഞ്ഞത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ റിയൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ഡിഫറെന്റ് കരിക്കുലാണ്, ഞങ്ങളുടേത് ഒരു ഇന്റർനാഷണൽ കരിക്കുലാണ്. ഓക്കെ, ഒരു അജൈൽ ലേണിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്ന ഒരു മോഡലിന്റെ ഒരു ബ്ലെൻഡഡ് മോഡലാണ്. ടെക്നോളജി ഫസ്റ്റ് ആണ്. ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ChatGPT-യും ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു സ്കൂളാണ്. അത് നിങ്ങൾ കാണുന്ന പോലെ ചുമ്മാ ഒരു റോബോട്ട് വന്നൊരു രൂപം വന്ന് സംസാരിക്കുന്ന പോലെ ഒന്നുമല്ല. കൃത്യമായ രീതിയിൽ അവരുടെ കരിക്കുലത്തിലുണ്ട്, അവരുടെ അസസ്മെന്റിലുണ്ട്, അവരുടെ ലേണിംഗ് മെത്തഡോളജീസിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടീമാണ് നമ്മൾ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് കുട്ടികളുടെ കേപ്പബിലിറ്റീസ് വരെ അളക്കാനുള്ള അസസ്മെന്റ് സിസ്റ്റം വരെ നമുക്കുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ഓൺലൈൻ സ്കൂളാണ്. മൺഡേ ക്ലാസ്സസ് ഉണ്ട്, 9 to 3:30 ക്ലാസ്സസ് ഉണ്ട്. അതിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് ഒരുപാട് കേസ് സ്റ്റഡികളും ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യാനും റിസർച്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ആണ് ഹാഷ് മിഷൻ സ്കൂളിലുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പാർട്ട് ആവണമെങ്കിൽ 7 വയസ്സാവണം. 7 വയസ്സ്, 6 വയസ്സിൽ ഗ്രൂമിംഗ് ഉണ്ട്. ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, 3 മണിക്കൂറുള്ളൂ. ബാക്കി 7ാമത്തെ വയസ്സ് മുതലാണ് ലോവർ ഗ്രേഡിന്റെ പാർട്ട് ആവുക. 7 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മളിവിടെ പഠിപ്പിക്കുക. നമ്മൾ പറയുന്നത് ഒരു 3 to 5 ഇയറിൽ സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ആക്ച്വലി നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇവർ പഠിക്കുന്ന ട്രഡീഷണൽ സബ്ജക്റ്റുകളല്ല, ടെക്നോളജി, റിസർച്ച്, ജനറൽ സയൻസ്, പിന്നെ ലാംഗ്വേജ് ലാബ്, പിന്നെ ഓണ്ടർപ്രണർഷിപ്പ്, സംരംഭകത്വം ഒക്കെ നമ്മളുടെ ഒരു സിലബസിൽ വളരെ ഏർലി വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് ഇവർ പഠിക്കുക. അപ്പൊ 2 മോഡലിലാണ്. ചില ആളുകൾക്ക് ഈ പറയുന്ന ഒരു ട്രഡീഷണൽ ക്ലച്ചസിൽ നിന്ന് പോകുന്നതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് സ്കൂൾ വിടുക അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിക്കുക, വേറൊരു രീതിയിൽ പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയാലോ എന്നൊരു സംശയമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സ്കൂൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സൂപ്പർ കിഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. സൂപ്പർ കിഡ്സ് ബേസിക്കലി 8 വയസ്സ് മുതൽ ഒരു 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ 40 ദിവസത്തെ ഒരു ട്രാൻസ്ഫോർമേഷണൽ പ്രോഗ്രാമാണ്. 2 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഏകദേശം ഒരു 80 മണിക്കൂർ സൂപ്പർ കിഡ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ഇതിൽ കുട്ടികൾ സ്വന്തമായി വെബിനാറുകൾ കണ്ടക്ട് ചെയ്യും, സ്വന്തമായി റിസർച്ച് ചെയ്യും, സ്വന്തമായി AI ടൂൾസ് പഠിക്കും. കുട്ടികൾ സ്വന്തമായിട്ട് ഐഡിയേറ്റ് ചെയ്ത് ഒരു ബിസിനസ് വരെ ജനറേറ്റ് ചെയ്ത് വെബ്സൈറ്റുകൾ വരെ ബിൽഡ് ചെയ്യുന്ന ടെക്നോളജികൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു 40 ഡേയ്സിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക. അത് ഈ സ്കൂളിന്റെ ഒരു മിനിയേച്ചർ ഒരു എക്സ്പീരിയൻസ് ഒരു മോഡലാണ്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്കൂളിലേക്ക് വരാം, അല്ലെങ്കിൽ നേരെയും സ്കൂളിലേക്ക് ചേരാം. ഓക്കെ, അപ്പൊ ഈ ആൻസർ യുവർ ക്വസ്റ്റ്യന് ഒരു ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടിയോ? ഓക്കെ, എനിക്ക് ഒന്നും കൂടി ഒരു പേഴ്സണൽ കൗൺസിലിംഗ് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഓൺഗോയിങ് കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അതെങ്ങനെ നമുക്ക് നിങ്ങളായിട്ട് മർജ് ചെയ്യാൻ പറ്റിയ എങ്ങനെയാണ് അത് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മളുടെ വെബ്സൈറ്റിൽ കയറി www.hashfuture.school എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഷെയർ ചെയ്ത ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് അഡ്രസ്സ് കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ താഴെ കാണുന്ന ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങളായിട്ട് ടീം കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് പ്ലാൻ ചെയ്യാം, പേഴ്സണൽ സിറ്റിംഗ് പ്ലാൻ ചെയ്യാം. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന www.hashfuture.school എന്ന് പറയുന്ന ഇതിൽ നമ്മൾക്ക് ഒരു റിക്വസ്റ്റ് അയച്ചാൽ മതി. നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് ദിസ് വെബിനാർ. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ പാർട്ടാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റ്സ് അവിടെ നിന്ന് കിട്ടും. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ സ്കൂളിന്റെ
വെബ്സൈറ്റിലും കാര്യങ്ങളിലും നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച് ഫോർ അറ്റൻഡിങ് ടുഡേസ് വെബിനാർ. ഗുഡ് നൈറ്റ്.